من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأزواجه وذرياته وأهل بيته وعلماء دينه وأولياء أمته عدد ما أحاط به علم الله. നമ്മുടെ പാതി വയ്ക്കാൻ വെച്ചതെന്ന് വമിൻ അബ്വാബിഹിൽ അളീമത്തിയാണ് ഇനി തുടങ്ങുന്നത്. എന്തിൻ്റെ? ഇബ്ലീസ് ശൈത്വാനെ മനുഷ്യനെ കീഴടക്കി അവൻ്റെ ആളാക്കി മറിക്കുന്നത് മനുഷ്യന്മാരിലുള്ള ഓരോ സ്വഭാവങ്ങളെ പിടിച്ചു കയറിയിട്ടാണെന്ന് പറഞ്ഞു വന്നത്. അതിലെത്ര എണ്ണി? 10-12 ഉണ്ടെന്നു പറഞ്ഞു അല്ലേ? 4 എണ്ണി അല്ലേ? ഒന്നേതാണ് ഷഹ്വത്ത് ഖളബ്. ആ നേരത്താണ് മനുഷ്യനിലേക്ക് പിടികൂടാൻ വരിക. രണ്ടാമത്തേത് ഹസദ് ഹിർസ്. മൂന്നാമത്തെ ഏതാ പറഞ്ഞത്? വയറ് നിറക്കല്, ഓവറായിട്ട് വയറ് നിറക്കല്. നാലാമത്തെ പറഞ്ഞത് എന്താണ്? ഡെക്കറേഷൻ. അതെ, പെരുടെ ഉള്ളും പുറവും വിറ്റവും അതും ഇതെല്ലാം എന്താക്കണം, ഭയങ്കര ഡെക്കറേഷനാക്കിയിട്ട് ഡെക്കറേഷൻ ആക്കപ്പെട്ടതായിട്ട് എന്താക്കണം, ആളെ നോക്കുമ്പോൾ അത്ഭുതപ്പെടണം. അതിന് കോടികൾ ചിലവാക്കിയാലും തിരക്കില്ല, എത്ര ലോണ് വാങ്ങിയാൽ തിരക്കില്ല. ഇനി നിർവൃത്തുണ്ടായിട്ടില്ല, ഇങ്ങനെ വെറുതെ എന്നിട്ട് ഒരു കൊല്ലം പറിച്ചടിച്ച് പുതിയത്. ഇപ്പോഴത്തെ മോഡൽ ഇങ്ങനെയാണ്. അങ്ങനെ തന്നെ നിലവരത്തെ പള്ളിയിലെ പൊളിച്ച് അടിച്ചത്. അവൻ ഞാൻ നിൽക്കാൻ സാധിക്കില്ല. അപ്പം അപ്പുറം ഇപ്പുറം പള്ളിയെല്ലാം ഡെക്കറേഷൻ ആക്കിയപ്പോൾ നമ്മ ഇവിടെ ആയിരക്കണക്കിനാണ് സിയാറത്തിന് വരുന്നതല്ലേ, നാട്ടുകാരെ കുറവാക്കൂലേ? അതെ, 100 കൊല്ലത്തേക്ക് ഒരു കേടുമില്ലാന്ന് എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ തന്നു. അറബി വന്നപ്പോൾ എന്താക്കുന്ന അറബി ബാജബാ ഹയ്യുനജാർ ഏകദേശം അറിയാൻ പറ്റുന്നില്ല എന്ന് അയാൾ അത്ഭുതം പറയും. എന്നിട്ട് പറഞ്ഞ് ഇത് പൊളിക്കണം. എന്തിന്? അത് പൊളിഞ്ഞ് തലക്ക് വനക്കുന്നുണ്ട്, കുട്ടികൾക്ക് അപകടം പറ്റും. അതിന് ചിരട്ടക്കിരി. അവൻ ഇപ്പം കള്ളാസ് വെച്ചാൽ ഞാൻ അറബിക്ക് ഇംഗ്ലീഷിൽ വായിച്ചു കൊടുത്തത്. 100 കൊല്ലത്തേക്ക് ഗ്യാരണ്ടിയുണ്ട്, ഒന്നും സംഭവിക്കില്ല. അത്ര നല്ല ഫൗണ്ടേഷൻ. ചിരട്ടക്കരി പറയുന്ന നാളേക്ക് പൊളിഞ്ഞ് തലയിലേക്ക് കൊണ്ട് പിള്ളേർക്കെല്ലാം അബദ്ധം പറ്റും. അതുകൊണ്ട് പൊളിക്കാൻ തന്നെ വേണം. പണ്ടത്തെ മരെല്ലാം കൊണ്ടുപോയി ചാടി എല്ലാം തോട്ടിൻ്റെ ആർക്ക് അങ്ങനെ കളിക്കുന്നു. എന്നാൽ ഇതെല്ലാം ആക്കി നിസ്കാരം ഉണ്ടെങ്കിൽ തിരക്കുകളില്ല. അവർ തൃപ്തികരമായ ഓതോ തൃപ്തികരമായ നിസ്കാരം ഉണ്ടെങ്കിൽ തിരക്കുകളില്ലെന്ന് പറയാം. എന്താ ദേശം മുതലാവും. പുറത്തുനിന്ന് കാലം കയറ്റി ഓതോ കൊടുത്തിട്ട് വെയിൻ തട്ടിയിട്ട് അണിച്ചിട്ട് പോകുന്നു. എന്നപ്പം കാലം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നു. കാല് കയറ്റാൻ ഓതോ തുടങ്ങി തന്നെയാണ്. എന്താ മനസ്സിലില്ല? അതാണ് ഹുബ്ബുത്തസയ്യുനി മിനൽ അസാസി വസ്സിയാബി വദ്ദാരി. ഇനി അടുത്തത് ഏതാ? വമിൻ അബ്വാബിഹിൽ അളീമത്തി അത്തമഉ ഫിന്നാസ്. ജനങ്ങളിലുള്ള കൊതി. ജനങ്ങളെന്താക്കണം? കുറേ ആദരവ് തരണം, കുറേ പൈസ തരണം, എനിക്ക് കൊണ്ട് ആനുകൂല്യം ഉണ്ടാക്കണം, എനിക്ക് പലതും ചെയ്തു തരണം. പ്രത്യേകിച്ച് മഹല്ലത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടായാൽ ഈ സോക്കേട്. പൊതുവെ കൂലിപ്പണിക്കുന്നവർക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് എത്രയോ ജാഹലീങ്ങൾ നല്ല കൂട്ടുണ്ട്. അവർക്ക് ഇൽമ് കുറവ് തന്നെ ഉള്ളൂ. പള്ളിയിൽ നിൽക്കുമ്പോൾ എന്താക്കണം? എനിക്ക് പലയിടത്ത് കൊടുക്കണം, ഹജ്ജിനെ അയക്കണം, വിസ തരണം, മക്കളെ കെട്ടിക്കണം. ഇതെല്ലാം നാട്ടുകാരെ ബാധ്യത. അപ്പം എന്താക്കണം? കിട്ടാൻ വേണ്ടി ജനങ്ങളെ സോപ്പിട്ട് നിൽക്കണം. അവിടെ 50 കൊല്ലം നിന്നെല്ലാം പറയുന്നുണ്ടല്ലോ. നമുക്ക് 5 മിനിറ്റ് എന്തെങ്കിലും ഹൈറെന്ന് ഞാൻ വിചാരിക്കും. 50 കൊല്ലം അവിടെ കിട്ടുക. ചോറ് വയ്ക്കിച്ചിട്ട് അസ്ലാം വകയിൽ കട്ടൻ കെട്ടി വെക്കണം. അതാ അത്തമഉ ഫിന്നാസ്. അതിലെന്താ കേടുന്നാന്ന്? ലിയന്നഹു ഇദാ ഗലബത് തമഉ അലൽ ഖൽബി. ഖൽബിൻ്റെ മേൽ തമയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ലം യസലി ശൈത്വാൻ. ശൈത്താൻ ഇങ്ങോട്ട് വരും. എന്നിട്ടോ യുഹബ്ബു ഇലൈഹി തസന്നുഅ വതസയ്യുന ലിമൻ തമിഅ ഫീഹി. ഏത് കൂട്ടരിലാണ് ഇവൻ ആഗ്രഹം വെച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ പല കോലം കെട്ടലും തസയ്യനും സോപ്പിടലും നോറ വലിയാളായി കാണലും ഞാൻ അതിനുള്ളിൽ തന്നെ കണ്ടങ്ങളെ. എന്തൊക്കെ ചെയ്യണം? ബിയൻവായി ദിയായിൻ്റെ എല്ലാ കോലങ്ങളും അവിടെ വേണ്ടി വരും. ഇയാളെ ബോധിപ്പിക്കണ്ടേ? ഒന്നില്ലേ പള്ളിയിലെ വളർക്ക് നല്ല ഓലർക്കാന്ന് അറിയുള്ളൂ.
അതുപോലെ തൽബീസും ഇതെല്ലാം കാപ്പട്ടിയും കാട്ടണം. എത്ര വരെ ഹത്തൽ മത്മൂഇ ഫീഹി കന്നഹു മഅബൂദുഹു, ഇവൻ ആഗ്രഹം വെക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ചിലപ്പം ഗൾഫുകാരനായിരിക്കും, ചിലപ്പം വലിയ ആചാരായിരിക്കും, അയാൾ ഒരു ഇലാഹിൻ്റെ മതിരിയായി മഅബൂദായി മാറി. ഫലാ യസാലു യതഫക്കറു ഫീ ഹീലത്തി തവദ്ദുദി വത്തഹബ്ബുബി ഇലൈഹി, അദ്ദേഹത്തിൻ്റെ സ്നേഹം പിടിച്ചെടുക്കാനും അദ്ദേഹത്തിൻ്റെ മഹബത്ത് കരസ്ഥമാക്കാനും ഈ എന്തെല്ലാം ഹീലത്തുണ്ട് ഇങ്ങനെ രാത്രി ഇരുന്ന് ആലോചിക്കലാണ്. ഒരു ഉറുക്ക് കെട്ടിയാലോ, ഒരു ഹസാബ് ചെല്ലിയാലോ, ഒരു ബസ്തോ തക്സീർ ഉണ്ടാക്കിയാലോ, ഓറ പേരെല്ലാം വെച്ചിട്ട് ആഹ്വാനം ചൂടുതലും പുറപ്പെടുവിച്ചിട്ട് ഉലുവെല്ലാം വഹിച്ചിട്ട് അപ്പം അതുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം അയാൾ സ്വീകരിക്കും. ഇനി എത്രയോ വാക്കല്ലു അഹ്വാലിഹി, ഏറ്റവും ചുരുങ്ങിയത് എന്താണ് അലൈഹി ബിമാ ലൈസ ഫീഹി, അദ്ദേഹത്തിന് ഇല്ലാത്ത കുറേ പോരിച്ച പറഞ്ഞിട്ടുണ്ടാക്കണം, അയാളെ മുഖസ്തുതി പറയണം. വൽ മുദാഹനത്തു ലഹു, അദ്ദേഹത്തിനോട് സോപ്പിടണം. എങ്ങനെ? ബി തർക്കിൽ അംറി ബിൽ മഅറൂഫ്, അംറും ബിൽ മഅറൂഫിൽ ഒഴിവാക്കണം, വന്നഹ്യു അനിൽ മുൻകറും ഒഴിവാക്കണം. ഫഖദ് റവാ സഫ്വാൻ ഇബ്നു സുലൈമിൻ റളിയല്ലാഹു അൻഹു അന്ന ഇബ്ലീസ തമസ്സല ലി അബ്ദുല്ലാഹ് ബിൻ ഹൻദല റളിയല്ലാഹു അൻഹു എന്ന് പ്രത്യക്ഷപ്പെട്ടു. ആൾ ഒരു കോലത്തിൽ വരിക, അത് എൻ്റെ മസാല മുബർ പറയും, എന്തുകൊണ്ടാണ് കോലം വരുന്നത്, കോലയില്ല എന്നല്ല പറഞ്ഞ്, നിങ്ങൾ ചെയ്താനെ കാണൂല എന്നല്ലേ അല്ല പറഞ്ഞത്, ഒക്കെ മറുപടി പറയും. മൂപ്പരോട് പറഞ്ഞു, ഫഖാനോട് യബ്ന ഹൻദല ഇഹ്ഫദ് അന്നി ശൈഅൻ വഅല്ലിമുക ബിഹി, ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരാം, അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം എന്ന് പറഞ്ഞു. ഫഖാല, മൂപ്പർ ലാ ഹാജത ലി ബിഹി, എന്നെ കൊണ്ട് ആവശ്യമില്ല, പോടാന്ന്. ഖാല ഉൻളുർ ഫഇൻ കാന ഖൈറൻ അഖദത, ഞാൻ പറഞ്ഞത് ഖൈറുണ്ടെങ്കിൽ എനിക്ക് എടുക്കാമല്ലോ, പിന്നെ വഇൻ കാന ശർറൻ റദത്തഹു, ഷർറാണെങ്കിൽ എനിക്ക് തള്ളിക്കളയാലോ, അതുകൊണ്ട് നിങ്ങളെ തള്ളല്ല. എന്നാലും യബ്ന ഹൻദല ലാ തസ്അൽ അഹദൻ ഗൈറല്ലാഹി സുആല റഗബത്തിൻ, ഇബ്ലീസ് പറഞ്ഞെടുത്തു, ഒരാഗ്രഹം രൂപത്തിൽ ആരോടൊന്നും ചോദിക്കേണ്ട, അവനൊക്കെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആരോടും യാചിക്കേണ്ടെന്ന്. വന്നൂർ അതാ. ഇന്ന് മറ്റൊന്ന് നിങ്ങൾ ചിന്തിക്കണം, കൈഫ തക്കോനിത ഖളിബത്ത, നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദേഷ്യം വന്നാൽ നിങ്ങളുടെ ഹാലെന്തായിരിക്കുമെന്നോ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യാം. രണ്ട് കാര്യം പറഞ്ഞെടുത്തത്. ഫൈനി അംലിക്കുക ഇതാ ഖളിബത്ത്, നീ ദേഷ്യം വന്നാൽ ഞാൻ നിൻ്റെ കയ്യിലെടുക്കുന്നു, എൻ്റെ കസ്റ്റഡിയിലായിരിക്കും നീ ഉണ്ടാകുക. അത് തീർന്ന്. ഇനി വമിൻ അബ്വാബിഹിൽ അലീമത്തി അൽ അജലത്തു വ തർക്കു തസബ്ബുതി ഫിൽ ഉമൂർ, കേട്ട ഉടനെ അങ്ങ് ചാടുക, ഇത് ഹക്കാണോ ബാത്തിലാണോ, അങ്ങനെ സംഭവിക്കുമോ ഒന്നുമില്ല. പോത്ത് ഭയമില്ലാന്ന് പറയില്ല, പോത്ത് വെച്ചിട്ടുണ്ട്, കുഞ്ഞിനെ കൂട്ടാൻ പോകുന്നില്ല വെച്ചാൽ വേഗം വെച്ച് കൂട്ടിയിലോടെ കയറത്തോടെ റോട്ടുമ്മലുണ്ടല്ലോ നമ്മളെ പോത്ത് വെച്ചിട്ട്, കുറേ അംഗത്തം പോകുന്ന പോത്ത് പ്രസവിക്കില്ലല്ലോ എന്ന് ചിന്തിക്കല്. പഴയകാലത്ത് അജലത്തിന് വിശാൽ പറയലുണ്ടല്ലോ. ഇതേമാതിരി ആരെപ്പറ്റെങ്കിലും ഇപ്പം കിട്ടുന്ന ആരെപ്പറ്റെങ്കിലും ഒരു വാർത്ത, ഫുലാനും പിന്നെ ഫുലാൻ കഥ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതാ ഒരു വാർത്ത എല്ലാവരും കേട്ടോളിയാൽ നമ്മളൊന്നും ഉണ്ടാവില്ല. എല്ലാ കൈബത്തും നമീബത്തും കൊണ്ട് വാട്സപ്പിൽ അടിച്ചിട്ട് ലോകം മുഴുവൻ പ്രചരിപ്പിച്ച്, ഇങ്ങനൊന്നുണ്ടോ, സംഭവം ഉണ്ടോ ഇല്ലയോ, ഇത് പുറത്ത് പറയേണ്ടതാണോ? നാടെന്തെങ്കിലും വയലുന്നോട്ട് കൂട്ടിക്കൊണ്ട് പോയി നമ്മളാ അന്ന് അനീപുണ്ടെന്നു നിങ്ങൾക്ക് എന്താ വിഷയം, മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ തെരീക്കത്ത് വിശദീകരണം ഇടക്കിടക്കെ വിളിക്കും, നമ്മൾ ഡേറ്റ് മറക്കല്ലേ, എന്താ വിഷയം, തെരീക്കത്ത് വിശദീകരണം. നിങ്ങൾ കോഴിക്കോട്ടായ ഹാളിൽ പറഞ്ഞതിനേക്കണം കുറച്ചും കൂടി വിശദീകരിച്ചിട്ട് അവിടെ പറഞ്ഞ് അതെല്ലാം പോട്ട് ഇവിടെ ഒരാളുണ്ട്, അയാളെപ്പറ്റി കതുപ്പ് ഇന്നുകൊണ്ട് നിങ്ങൾ തെരീക്കത്തും വേണ്ട. ഞാൻ ആയത്തോലീസോട് തെരീക്കത്ത് തുടങ്ങിയപ്പോൾ ഉടനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം വേണ്ടത്, ഒരാളുണ്ട് ഇവിടെ കതുപ്പ് പറയണം. ഇനി കതുപ്പ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തന്നെയും സ്റ്റേജിൽ വെച്ച് കളം കെട്ടിയിട്ട് പറയേണ്ടത്. അത് ഇതിപ്പോൾ ചോദിക്കുക ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ ഇല്ലാ മൻ ളുലിമ. അപ്പോൾ കോടതിയിൽ കയറിയിട്ട് സാക്ഷ്യം വഹിക്കുമ്പോൾ ചിലപ്പം ലറൂറത്തിന് വേണ്ടി പറയേണ്ടി വരും. എന്നല്ലാണ്ട് യോഗം വിളിച്ചിട്ട് കാളം കെട്ടിയിട്ട് ഇവിടെ ഒരു ഷെയ്ഖുണ്ട്, ആ ഷെയ്ഖിന് ഒരു പെണ്ണിൻ്റെ മഅദുൽ അസ്ബാബെല്ലാം പിടിച്ച് അയാളെ മെരുടീനി തക്ബീലാക്കീനി അയാളെ മടിയിലെത്തി എന്നൊക്കെ ഞാനോട് പ്രസംഗിക്കാൻ വേണ്ടി ഞാനൊരു കലമ്പായി അങ്ങോട്ട്.
അവസാനം കൂട്ടിക്കൊണ്ടപ്പോൾ അയാൾക്ക് അപ്പോൾ ഉറങ്ങാൻ തൽക്കാണി വരെ കിട്ടാണ്ട് നമ്മളെ പള്ളിയെ കൊലയിൽ കിടന്നു. നോട്ടീസ് വരുമ്പോഴും വിളിച്ചും കഴിച്ചു. എന്നിട്ട് ആ കണ്ണൂന്ന് കണ്ട് തലശ്ശേരി കോഴിക്കോട്ടുന്ന കോഴിക്കോട് തട്ടാൻ വെള്ളം നാട്ടിൽ വന്ന് കട്ടി നമ്മൾ പൈസയും ചിലവാക്കി യോഗം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ ആ കയ്യിലുള്ള പടി വാങ്ങിയിട്ട് അടിച്ചെൻ്റെ പല്ല് തുപ്പിക്കും തോന്നിയ ദിവസം പറഞ്ഞാൽ. അതിപ്പോൾ പറയാൻ പറ്റുന്ന മുല്ലാരോട് കൊണ്ടപ്പോണ അതിന് സ്റ്റേജ് കെട്ടണം. ഞാൻ പറഞ്ഞ ബയ്യനത്ത് വേണ്ടേ? ബയ്യനത്ത് ഉണ്ടായാൽ തന്നെ ജനങ്ങളോട് പറയേണ്ടതല്ലല്ലോ ഇത്. പിന്നെ തട്ടാ ബയ്യനത്ത് ഞാൻ ഇതന്നെ നിന്റെ സംഘടന ഖിയാമത്ത് കഴിഞ്ഞാൽ നിന്നോട് ഞാൻ പരിചയം ഞാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ കണ്ട മുണ്ടലില്ല. തോന്നിയ ദിവസങ്ങളാണ്. എന്നെ ആരും വിളിക്കാൻ വന്നാൽ ചോദിക്കും കറുപ്പാണോ പറയേണ്ടത് അല്ലെ തരീക്കത്ത് വിശദീകരണമൊന്നു. അല്ല അടി കിട്ടാത്ത ഭാഗ്യം ആളെല്ലാം കൂടി വളർന്നിട്ടു അല്ലെ അടിച്ച് പണിയെടുക്കും. അതാണ് ഒരു കാര്യത്തിൽ ഇത് പ്രഖ്യാപിക്കേണ്ടതാണോ നടപ്പിൽ വരുത്തേണ്ടതാണോ പറയേണ്ടതാണോ പറഞ്ഞാൽ കാര്യമുണ്ടോ അല്ല കാര്യം കേടുണ്ടോ ഇതെല്ലാം ചിന്തിച്ചിട്ട് എന്നല്ലാണ്ട് ചാടി വീഴി. എന്നിട്ടോ തറക്കുത്തസബത്തി ഫിൽ ഉമൂർ ഒരു കാര്യത്തിൽ ഉറപ്പ് വരുത്തൽ ഒഴിവാക്കുക. സ്ഥിരപ്പെടുത്തൽ സ്ഥിരപ്പെട്ടാൽ തന്നെയും ഇങ്ങനത്തെ ഒന്ന് പബ്ലിക്കായിട്ട് പറയേണ്ടതില്ലല്ലോ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അജലത്തു മിനശ് ശൈത്താൻ കണ്ടാ അത് ശൈത്താൻ്റെതാണ്. വത്തഅന്നി മിനല്ലാഹി തആല എല്ലാം വീണ്ടും വിചാരത്തോടെ ചെയ്യുക സാവകാശം നമുക്ക് ചിന്തിക്കാം ആലോചിക്കാം എന്തെല്ലാം പറഞ്ഞിട്ട് ചെയ്യലെന്താണ് അള്ളാഹിൻ്റെ വെക്കുന്നുള്ളതാണ്. അതെ വിട്ടില്ല. പിന്നെ വഖാല അസ്സ വജല്ല ഖുലിഖൽ ഇൻസാനു മിൻ അജൽ മനുഷ്യനെ പടക്കപ്പെട്ടത് തന്നെ അജലത്താണ്. അങ്ങനെ ഒരു ദുസ്വഭാവനിൽ രൂഢമൂലമായ നേരത്തെ ഉണ്ട്. അതിനും കൂടെ ശൈത്താനും കൂടെ കൂട്ടിയാലോ ഉഷാറായി. വഖാല തആല വകാനൽ ഇൻസാനു അജൂലാൻ അതിൻ്റെ ഫഊൽ വസനല്ലേ മുബാലഗ ഉണ്ടാവുമല്ല. വഖാല ലിനബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ലാ ഇലൈക വഹ്യുഹു. യഥാർത്ഥത്തിൽ ഇത് നല്ല കാര്യത്തിന് വേണ്ടിയുള്ളതാണ് സാധനം അല്ലേ. ജബിലയിൽ ഓതി കൊടുക്കുന്നു. ഇവിടെ റിക്കാർഡും മൊബൈൽ പിടിച്ച് നോക്കലൊന്നും ഇല്ലല്ലോ. അപ്പോൾ കേട്ടത് മറന്നു പോയെങ്കിൽ പിന്നെ വീണ്ടും ചോദിക്കാൻ ആര് ജിബിലയിൽ കാണണോ? വേറെ ആരത്തെ കൂടാനുള്ളത്? അപ്പോൾ ഇത് മറന്നു പോകുക എന്നുള്ളൊരു പേടിക്ക് എന്താക്കുക തങ്ങൾ ഇടയ്ക്ക് വെച്ച് തോന്നും. അതിൻ്റെ വഹയ്യ് പൂർണ്ണമായി വിട്ടുന്നത് തങ്ങളെന്താ ശ്രദ്ധിച്ച് കേട്ടോളാം. അത് തങ്ങളെ മനസ്സിന് ഞാൻ വെച്ചു തരൂ. തങ്ങൾ തിരിച്ചു വന്നുമ്പോൾ ജിബിലും കേൾക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യത്തിനുള്ളതാണിത്. എന്നാലും അജലത്ത് എന്നുള്ളത് കൂടി കൊണ്ട് എന്തായി മോശമായി. എന്താണ് ഒരു കാര്യം വേണ്ടതുപോലെ ഉറപ്പ് വരുത്തി അറിയണം. അതാണ് മാരിഫത്ത്. അപ്പം എന്തെല്ലാം പുറത്തുപോയി വഹമ് പോയി ശക്ക് പോയി ലന്ന് പോയി എല്ലാം പോയിട്ടാണ് മാരിഫത്തിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ തബ്സീറത്തും പോകണം. രണ്ടെണ്ണുണ്ട് അവിടെ. തബ്സീറത്ത് എന്താ? ബസീറത്തോടെ ചിന്തിക്കുക. ഇത് ഇവിടെ പറയേണ്ടതാണോ, പറയേണ്ട ശൈലി എങ്ങനെയാണ്, ആരോട് പറയണം, എങ്ങനെ പറയണം, ഇതെല്ലാം ഇന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവും. എന്താ തബ്സീറത്തു. അപ്പോൾ തബ്സീറത്താകണമേ തഹത്താജുല തഅമ്മുലിൻ വ തമഹുലിൻ കുറച്ച് സമയമെടുക്കും. തമഹുലി പെട്ടെന്നാവില്ല. അതുപോലെ കാര്യത്തിലേക്ക് ഉറ്റ ആലോചിക്കണം. വൽ അജലത്ത് വന്നാലോ തംനഉ മിൻ ദാലിക ഇതിനൊന്നും സമ്മതിക്കില്ല. വൈന്ദൽ ഇസ്തിജാലി ഇങ്ങനെ തിരക്ക് കൂട്ടുന്ന അവസരത്തിൽ യുറബ്ബിജു ശൈത്താനു ശർറഹു ശൈത്താനെ എന്താക്കും അവൻ്റെ ഷർറങ്ങ് നടപ്പിൽ വരുത്തും. അനൽ ഇൻസാൻ മിൻ ഹൈസു ലാ യദ്രി അവന് തിരിയുന്നുണ്ടാവില്ല. ഓൻ കൈമലാക്കിയിട്ടുണ്ടെന്ന്. ഫഖദ് റുവിയ അന്നഹു ലമ്മാ വുലിദ ഈസ ഇബ്നു മറിയമ അലൈഹിസ്സലാം ഈസാ അലൈഹിസ്സലാം ജനിച്ചു. അതത്തി ശയാത്തീൻ ഇബ്ലീസ് ശൈത്താന്മാരെല്ലാം കൂടെ ഇബ്ലീസിൻ്റെ അടുക്കലേക്ക് പോയി. ഓനാണല്ലോ രാജാവ്.
അസ്ബഹത്ത് ഫഖാലു അസ്ബഹത്തിൽ അസ്നാമു കതുനുക്കിസത് റൂസുഹാ, എല്ലാ സനമകളും തലകുത്തി വീണിട്ടുണ്ട് എന്ന് ആരോട് പറഞ്ഞ്? ഇബ്ലീസിനോട്. ഫഖാല ഹാദാ ഹദ്, അപ്പം എന്തോ ഒരു സംഭവം ഉണ്ടാകണമെന്ന് ശൈഖുനിയും പറഞ്ഞു അല്ലേ? അതെ. മക്കാനക്കും നിങ്ങളുടെ അടുത്ത് ഉണ്ട്, ഞാൻ പോയി നോക്കാമെന്നോ മൂപ്പറ രംഗത്തിറങ്ങിയത്. ഫതാറ, അങ്ങനെ പറന്ന് ഭൂമിയുടെ തെക്കും വടക്കും എല്ലാം കൂടെ ചുറ്റുഭാഗത്തെല്ലാം ഓടി നടന്നിട്ട് പിന്നെ ഫലം ജരിശയ്യ, സംഭവം ഒന്നും കെടുത്തില്ല. സുമ്മ വജദ ഈസ അലൈഹിസ്സലാം ഖദുലിദ, ഈസ അലൈഹിസ്സലാം ജനിച്ചിട്ടുണ്ട് എന്നെന്തായി വിവരം കിട്ടി. വൈദൽ മലായിക്കത്തു ഹാഫീന ബിഹി, മലക്കുകളാണെങ്കിൽ അവിടെ ചുറ്റി പതിഞ്ഞിരിക്കുന്നുണ്ട്. ഫറജ ഇലൈഹിം, പ്രസിഡന്റ് എന്ത് ജനങ്ങളുടെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ, അവിടത്തേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഫഖാല ഇന്ന നബിയ്യൻ ഖദ് വലിദൽ ബാരിഹ, ഇന്നത്തെ രാത്രി ഈസ അലൈഹിസ്സലാം ജനിച്ചിട്ടുണ്ട്. മാ ഹമലത്ത് ഉൻസ ഖത്തു വലാ വളഅത്ത് ഇല്ലാ വന ഹാദിറുഹാ ഇല്ലാ ഹാദാ. നോക്ക്, ഏതൊരു പെണ്ണ് ഗർഭം ചുമക്കുന്നുവോ, ഏത് പെണ്ണ് പ്രസവിക്കുന്നുവോ അവിടെ ഞാൻ എത്തിയിട്ടില്ലാത്തൊരു സംഭവമില്ല. പക്ഷെ ഇത് കുറെ കഴിഞ്ഞിട്ടാണ്. ഈ രാത്രിക്ക് ശേഷം ബിംബത്തിന് ആരാധിക്കപ്പെടൽ എന്നതിനെ തൊട്ട് അവർ നിരാശപ്പെട്ടിട്ടുണ്ട്. വലാക്കി നേത്തു ബനി ആദവ, എന്നാൽ നിങ്ങൾ എന്താക്കണം, മനുഷ്യന്മാരുടെ അടുക്കലേക്ക് പോകണം. മിൻ ഖിബലിൽ അജലത്തി വൽ ഖിഫ, കാര്യം ഗൗരവമായി എടുക്കാതിരിക്കലാണ് ഇത് ഹിഫത്ത്, ലാഘവബുദ്ധി. അതുപോലെ അജലത്തും അതെത്തും നിങ്ങളുടെ ആരെ പിടിച്ചോളണം, മനുഷ്യന്മാരെ പിടിക്കണം എന്ന് പറഞ്ഞങ്ങ് വിട്ടു. ഇനി വമിൻ അബുബാബിഹിൽ അദീമതി അദ്ദറാഹിമു വദ്ദനാനീറു വസായിറു അസ്നാഫിൽ അംവാൽ മിനൽ ഉറൂദി വദ്ദവാബി വല്ലഖാർ. കണ്ടോ, ദിർഹമ്, ദീനാറ്, മറ്റു മുതലുണ്ട്, ചരക്കുകളുണ്ട്, മൃഗങ്ങളുണ്ട്, അക്കാറുണ്ട്, വളപ്പം പരിയലുണ്ട്, പിന്നെ വണ്ടിയുണ്ട്. അത് പലിശക്ക് വാങ്ങിയാൽ തിരക്കുള്ള കുല്ലമാ യസീദു, കുറച്ചും കൂടി ലേറ്റാക്കാനുണ്ട്. അല്ല കതിരിൽ കൂത്തി, നിത്യേന ചെലവ് ചെയ്യാനുള്ളൊരു വക ഉണ്ടല്ലോ, അതല്ല കൂത്ത്. അതിനേക്കാണ് കൂടുതലായാൽ വൽ ഹാജത്തിനേക്കാണ് കൂടുതലായ ഫഹുവ മുസ്തഖറു ശൈത്താൻ, അത് ശൈത്താൻ്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞു. അമിതമാറ്റി ഭാര്യ കൂട്ടാൻ ഇവൻ്റെ 100 തലമുറ കഴിഞ്ഞാലും തിന്നാ തീരത്ത് ഭാര്യ അരി കൂട്ടും. ഒന്നും ആവശ്യമുണ്ട്, അതുമില്ല. അന്നന്ന് ജീവിച്ച് അന്നന്ന് കഴിയാനുള്ളൂ. എനിക്ക് എന്താ പാത്രം കവിച്ചു വെച്ചാൽ പിന്നെ ഫാരിവൽ കൽബൈ, നാളെ ആലോചിക്കുന്നുണ്ട്. ഏത് സാധനക്കാർക്ക് എന്താ നടക്കാത്തത്? തവക്കുലാക്കുന്നതൊക്കെ എത്ര കാലത്തേക്ക് സൂക്ഷിക്കുക? ഇത്തിഹാറിന്റെ ബാബ് 4-ാം ജുസിൽ വരുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് യോമലയിലത്തിലേക്ക് പറ്റുമോ, എല്ലാ ഒരാഴ്ചത്തേക്ക് പറ്റോ, എല്ലാ ഒരു മാസത്തേക്ക് പറ്റോ, അങ്ങനെ പല അക്കസാമുകളും മൂപ്പറിന് സംസാരിക്കുന്നുണ്ട്. ഭാര്യ മക്കളുടെ ആളാകാൻ സ്വന്തം തടിയിലെ കാര്യം വേറെ. സ്വന്തം തടിക്ക് ഇന്നിപ്പോൾ ഉച്ചക്ക് ചോറിച്ചല്ലോ, എല്ലാം അടിച്ചില്ലേ, അതിന് അസ്ത്രാകുളം ബാക്കിയാവുന്നത് ഇപ്പോൾ ഉറപ്പുള്ളത്. അങ്ങനെയല്ലേ, ബാക്കിയായെങ്കിലല്ലേ ബാക്കി കൊണ്ടു, ബാക്കി ആവുന്നെന്താ ഉറപ്പ്? ചിലപ്പോൾ നമുക്കൊക്കെ എഴുതിയത് നമ്മൾ തിന്നോ. പണ്ട് മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ 2 ചങ്ങായിമാർ പോയി. എൻ്റെ അക്കുകളുടെ ആൾ നോമ്പുള്ള ആളാണ്. ഒരു പരക്കാറെന്താക്കി എന്നറിയാം, വമ്പിച്ച കോളം നോമ്പ് ഓർക്കാനും എല്ലാം പല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. ഞാൻ നോമ്പില്ലാന്നും പറഞ്ഞു. അവസാനം അയാൾക്ക് ഉപ്പാക്ക് സുഖയില്ലായിട്ട് ആസ്പത്രി അഡ്മിറ്റാക്കി എന്ന് പറഞ്ഞിട്ട് എന്താക്കി, ഫോണ് വന്നപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു, പരക്കാർ വന്നിട്ട് പറഞ്ഞ് മറ്റവർക്ക് നമ്മൾ തക്കാരെല്ലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്, തിന്നാൻ ആളില്ല. നിങ്ങൾ നമ്മളെ പരക്ക് വന്നിട്ട് ഒരു യാസീനോ ദീപക്കെല്ലാം ഹദിയ ചെയ്തിട്ട് നിങ്ങൾ ഭക്ഷിച്ചു തരുമോ? അവനായിക്കോട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഉണ്ടാക്കിയ ആളായിരിക്കും, തിന്നാളാര്. ഇതുപോലൊന്നല്ല. അപ്പോൾ ഒറ്റത്തടിയാവുന്ന ആൾ വേറെ, മൊഹീലിൻ്റെ ഹുക്കുമ് വേറെ, അയാളുടെ കീഴിൽ ഒരുപാട് സമൂഹം ഉണ്ടെങ്കിൽ അതിന് വേറെ ഹുക്കുമ് വേറെ. എല്ലാം തവക്കുലിൻ്റെ ബാബിലെങ്കിൽ വരും. അപ്പം എന്താകണം, മുൻചാ തോന്നേണ്ടി വരും. ഫലോ വജദ 100 ദീനാർ, 100 ദീനാർ ഒരാളെ കയ്യിലുണ്ട്. മസലൻ
അലാ തരീഖിൻ ഏതെങ്കിലും മാർഗത്തിൽ കൂടി ഇംബാസ മിൻ ഖൽബിഹി ഷഹവാത്തുൻ എന്താണ് അവിടെ വിട്ട് അശർ വിട്ടുവിന് അയാളെ കൽബിൽ നിന്നെന്താക്കും 10 ഷഹവാത്ത് ഇങ്ങനെ പുറത്തു വരും 10 ഈ ബാക്കി പൈസ കൊണ്ടെന്തെല്ലാം ആക്കണ്ടേ അപ്പോൾ കൊല്ലു തഹത്താജു കൊല്ലു ഷഹവത്ത് മിന്നാലമിയത്ത് തീരാനും നുഹ്റ അപ്പം എന്താക്കണം ആ 10 ഓരോന്നെ ഒരു 100 വട്ടി വരും അപ്പം എത്രയായി 1000 10 പുറപ്പെട്ടാൽ ആ 10ൽപ്പെട്ട ഓരോന്നിനും 100 വേണമെങ്കിൽ 1000 വേണ്ടേ അപ്പൊ ഫലായക്ക് ഫീഹി മാ ബജത അപ്പൊ ഇപ്പൊ ഉള്ള ഗെയിമിലുള്ള പൈസ ചെയ്യൂല ഗെയിമിന് 100 ഇനി 1100 ഇപ്പം വേണ്ടത് ബൽ യഹ്താജു ലാ 900 ഉഖറ 900 വേറെ വേണ്ടി വരും അതിന് വഖദ് കാന ഖബല വുജൂദിൽ 100 മുസ്തഗ്നിയൻ ആ 100 കിട്ടുന്നതിന് ഇതൊന്നും ആവശ്യം ഉണ്ടായിട്ടില്ലല്ലോ ഫൽ ആന ഇപ്പോൾ ലമ്മ വജദ 100 കിട്ടിയപ്പോൾ ലന്ന അവൻ വിചാരിക്കുന്നത് അന്നഹു സാറ ബിഹാ ഖനിയൻ അതുകൊണ്ട് ഖനിയായിന്ന് പക്ഷേ വഖദ് സാറ മുഹ്താജൻ അപ്പം മുഹ്താജായിരിക്കുകയാണ് 900ലേക്ക് അതാ ഇല്ല 900 എന്തിനാ ലിയസ്തരിയ ദാറൻ ഒരു പുര വാങ്ങണം യാമ്രുഹ അതും ചമയിക്കണം വലിയൻ ഒരു ജാരിയത്തിനെ വാങ്ങണം വലിയ അസാസൽ ബെയ്ത്തി ബോട്ടിലേക്ക് വേണ്ടുന്ന ഫർണിച്ചറെല്ലാം വാങ്ങണം സിയാബൽ ഫാഹിറ മുന്തിയ വസ്ത്രം വാങ്ങണം വകുല്ലു ഷൈഇൻ മിൻ ദാലിക യസ്തദിഇ ഷൈഅൻ ആഖറ യലീഖു ബിഹി അപ്പോൾ അതിൽ ഓരോന്നും ഓനിക്ക് യോജിക്കുന്നതായിരിക്കണം സാധാരണക്കാർ വാങ്ങുന്ന തണതരൊന്നും പറ്റൂല സഹായ പൈസക്കൊന്നും വാങ്ങിക്കൂടാ മുന്തിയ വാങ്ങണം അങ്ങനെ 50 റുപ്യ കസാല കിട്ടും 1500 കൊടുത്താൽ കിട്ടുന്ന 1500 വാങ്ങണം ചന്തി കുത്താനാണെങ്കിൽ 50 റുപ്യ കസാല കിട്ടും അപ്പം വദാലിക ലാ ആഖിറ ലഹു ഇതുണ്ട് അവസാനിക്കുന്നുണ്ടെങ്കിലും ഹാവിയത്തിൻ അവനെന്താകുന്ന വലിയ പടുകുടിയിൽ പെട്ട് ആഖിറുഹാ ഉംഖു ജഹന്നം ആ ജഹന്നമിൻ്റെ ആഴത്തിലേക്കാണ് ഫല ആഖിറ ലഹാ സിവ പിന്നെ വേറെ എനിക്ക് കൊടുക്കേണ്ടത് ഈ ജഹന്നമിൻ്റെ ഉമ്മുക്കല്ലാണ്ട് വേറെ ഇപ്പോൾ കൊടുക്കേണ്ടത് ഖാല സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു പറയുകയാണ് ലമ്മ ബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇബ്ലീസു ലി ശയാത്തീനിഹി ഇബ്ലീസ് അവൻ്റെ കീഴിലുള്ള ശൈത്താന്മാരോട് പറഞ്ഞ് ലഖദ് ഹദസ അംറുൻ ഒരു കാര്യം ഇവിടെ പുതുതായിട്ടുണ്ട് ഫൻളുറു മാദാ ഹുവ എന്താണെന്ന് പോയി നോക്കിയിട്ട് വന്നു ഫൻതലഖൂ എല്ലാവരും പോയി ഹത്ത അയ്യൗ അവർ പോയി തളർന്ന് എല്ലാ ഭാഗത്തും ഓട്ടിട്ട് അയ്യ ഹാഗല്ല അയിനാന്ന് സുമ്മ ജാഊ പിന്നെ ഇബ്ലീസിനെ കൊള്ള തിരിച്ചു വന്നിട്ട് വക്കാലു പറഞ്ഞു മാനതിരി ഒന്നും മനസ്സിലായിട്ടില്ല കാല നിങ്ങളെന്തിനാ കൊള്ള അന ആത്തിക്കും ബിൽ ഖബർ ഞാൻ പോയിട്ട് വാർത്തെടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ഫദഹബ പിന്നെ പോയി സുമ്മ ജാ പിന്നെ വന്നിട്ട് വക്കാലക്ക് അത് ബഅസല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല റസൂലാക്കി അയച്ചിട്ടുണ്ട് എന്നാണ് വാർത്ത ഫജഅല യുർസിലു ശയാത്തീനഹു ഇലാ അസ്ഹാബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെന്താക്കിയെന്നറിയോ അസ്ഹാബിമാരൊക്കെയുള്ള ശൈത്താൻ അയക്കാൻ തുടങ്ങി ഫയൻസരിഫൂന ഖായിബീന അവിടെ പോയിട്ടും ഖായിബ അസ്ഹാബിമാരെ കീഴടക്കാൻ കഴിഞ്ഞില്ല റളിയല്ലാഹു അൻഹു വയഖൂലൂന മാ സഹിബിന ഖൗമൻ ഖത്തു മിസ്ല ഹൗലായി ഈ വിഭാഗത്തിനെ പോലെ ഒരു കൗമിനെ നമ്മൾ സ്വഹബത്ത് കിട്ടിയിട്ടില്ല എന്താണ് നുസൈബ മിന്നും നമുക്ക് പറ്റി എന്തെങ്കിലും തട്ടിയെടുക്കും ഇട്ട് കൊടുക്കുമ്പോൾ സുമ്മയക്കൂനി ഇലാ സലാത്തിയും അവർ നിസ്കാരം കൊള്ള നിന്നിട്ട് എന്താക്കും ഇസ്തിഗ്ഫാറും തൗബയും ഇതെല്ലാം ഉറപ്പിച്ചറിയും അല്ല ഫയുംഹാദാരിക് നമ്മ തട്ടിയെടുത്ത നമ്മളെ ഹൽ പൊളിച്ച് അപ്പോൾ ഫഖാലലഹും ഇബ്ലീസ് പറഞ്ഞ് റുവൈദം ബിഹിം എന്നെ അവരെ കുറച്ച് കാത്ത് നമുക്ക് പിന്നെ ആക്കാം ഇപ്പം പോണ്ട അസല്ലാഹു യഫ്തലഹും ലഹുമുദ്ദുന്യ ദുന്യാവ് അവർക്ക് അല്ലാഹു തആല ചിലപ്പോൾ തുറന്നു കൊടുത്തെങ്കിലോ ഫനസീബ് ബിഹിം മിൻഹും ഹാജത്തന നമ്മളെ ഹാജത്ത് അവിടെ അന്നേരം പിടിക്കാന്നു അതിലെ ചില സഹാബിമാർ ദുന്യാവ് വന്നപ്പോൾ നാശം എന്നെല്ലാം പറഞ്ഞിട്ട് ചാടിയും അതിൽ തൊട്ട് കാവലിനെ തേടിയിലും പറഞ്ഞിട്ടില്ലേ വറുവിയ അന്ന ഈസ അലൈഹിസ്സലാത്തു വസ്സലാം തമസ്സദ യൗമൻ ഹജറൻ ഒരു കല്ല് തലക്കാണിയാക്കി ഉപയോഗിച്ച് ഫമറ ബിഹി ഇബ്ലീസ് അതിൽ കൂടി നടന്നുപോയി ഫഖാല യാ ഈസ റഗിബ്ത ഫി ദുനിയ നിങ്ങൾ ദുന്യാവിൽ ആശ വെക്കുന്നുണ്ടല്ലേ എന്ന് അവിടെ ഈസ നബിയോട്
ഫഅഖദഹു ഈസാ അലൈഹിസ്സലാം എന്താക്കുക, കല്ലെടുത്തിട്ട് ഒരറ്ററ ഫറമാബിഹി മീൻ തഹത്തി റഅസി, തലയിൽ നിന്ന് എടുത്തിട്ട് ഒരു ഇറം കൊടുത്തു. വഖാല ഹാദാലക മഅദ്ദുന്യ, അതല്ലേ ഹാദാലക മഅദ്ദുന്യ വഅലൽ ഹഖീഖത്തി മൻ യംലികു ഹജറൻ. എന്താ ആദ്യം സംസാരിച്ചതാണ് ദുന്യാവിനോടൊപ്പം നമ്മൾ സംസാരിച്ചത്. എന്നാൽ വഅലൽ ഹഖീഖത്തി മൻ യംലികു ഹജറൻ യതവസ്സലു ബിഹി ഇൻദൻ നൗമി ഫഖദ് മലക മിനദ്ദുന്യ. ഒരാൾ തലക്കാണിയാക്കാൻ ഒരു കല്ല് മിൽക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ദുന്യാവിൽ നിന്ന് ഒരു സാധനം മിൽക്കാക്കി. മാ യുംകിനു അൻ യകൂന ഉദ്ദത്തൻ ലിശ്ശൈത്വാൻ, ശൈത്വാന് പിടികാരായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം അവന് മിൽക്കി വെച്ചിട്ടുണ്ട്. ഫൈനൽ ഖായിമ ബില്ലൈലി മസലൻ, രാത്രി നിന്ന് നിസ്കരിക്കുന്ന ആളെന്ന് ഉദാഹരണം, അല്ലെ കിതാബ് നോക്കുന്ന ആളായാലും മതി, അല്ലെ ഇസ്തിഗ്ഫാറോ സലാത്തോ ചെല്ലുന്ന ആളെ എന്തുവാകാം. ഖായിമ എന്നുള്ളത് മസലൻ ലിസ്സലാത്തി മഹ്മാ കാന ബിൽ ഖുർബി മിൻഹു ഹജർ, അവൻ്റെ തൊട്ടടുത്തൊരു കല്ലുണ്ട്, യംകിനു അൻ യതവസ്സദഹു, അത് തലക്ക് വെക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം ഫലാ യസാലു യദ്ഉഹു ഇലൻ നൗമി, ഉറക്കത്തിലേക്ക് നമുക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ടോ നല്ലോണം ഉറക്കിട്ട് ഈ തലക്കാണി ഒന്ന് കല്ലെന്താക്കാന്നു, തലക്കാണിയും കൂടെ ആക്കുക. വൈലാ യതവസ്സദഹു, ഞങ്ങളെ ഞങ്ങൾക്ക് വയലു പറയാൻ പറ്റിയെല്ലാം ഇരുന്നുണ്ടേ. വലൗലം യകുൻ ദാലിക, ആ കല്ലില്ലായിരുന്നുവെങ്കിലോ ലകാന ലാ യഖ്തുറു ലഹു ദാലിക ബിബാലിൻ, അത് തലക്ക് വെക്കണം തോന്നൂലല്ലോ. വലാ തതഹറകു റഗ്ബതുഹു ഇലൻ നൗമിലേക്ക് അവൻ്റെ റഗ്ബത്ത് നീങ്ങുകയും ചെയ്യില്ലല്ലോ. ഇനി ഹാദാ ഫീ ഹജറിൻ, ഇത് ഒരു കല്ലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫകൈഫ ബിമൻ യംലികുൽ മഖാദൽ മൈസറ, മുന്തി അങ്ങാടി കിട്ടാവുന്ന ഏറ്റവും മേത്തരം തലക്കാണി, കിടക്ക, വൽ ഫുറസിൽ വത്തിയ നല്ല പതകളുടെ വിരിപ്പ്, ഇതെല്ലാം വൽ മുത്തനസിഹാത്ത് തയ്യിബ, നല്ല സുഖമാർന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചാൽ ഫമത്താ ഇൻഷത്തുൽ ഇബാദത്തില്ലാഹി തആല, അല്ലാഹു തആല ഇബാദത്തിന് വേണ്ടി എപ്പം നിങ്ങൾക്ക് ഒരു ആഗ്രഹം നിഷാദുണ്ടാകുക. ഇനി അടുത്തത് വമിൻ അബ്വാബിഹിൽ അളീമത്തി അൽ ബുഖ്ലു വ ഖൗഫുൽ ഫഖർ. ബുഖ്ലി അതാ, ഇത് കൊടുത്താൽ ഫഖീർ തരം ബന്ധാക്കും, ഫഖീർ തരം ബന്ധോളൂ എന്നാ പേടി. ഫഇന്ന ദാലിക ഹുവല്ലദീ യംനഉൽ ഇൻഫാഖ വത്തസദ്ദുഖ്. അപ്പം ബുഖലും ഖൗഫുൽ ഫഖറും കൂടി വന്നാൽ എന്താകുന്നറിയോ, ഒന്നും ചിലവാക്കാൻ കൂട്ടാക്കൂല, അതുപോലെ സദക്ക കൊടുക്കൂല. വയദുഹിൽ ഇദ്ഖാരി വൽ കൻസി അവൽ അദാബിൽ അലീം, അദാബുൽ അലീമും കിട്ടും. വഹുവൽ മൗഊദു ലിൽ മുകാസിരീൻ, ആവശ്യത്തിനേക്കാണ് അധികപ്പറ്റി മാറ്റിക്കൊണ്ടുന്നില്ല, കസറത്ത്, അവർക്ക് തയ്യാറാക്കപ്പെട്ട അദാബുൻ അലീമും കിട്ടും. കമാനത്തക ബിഹിൽ ഖുർആനുൽ അസീസ്. قال خيثمة بن عبد الرحمن إن الشيطان يقول ما غلبني ابن غلبان الأنثني لبرت. ഇബ്നു ഖലബാൻ ആലിമികളോട് ചോദിച്ചും പറഞ്ഞ് ഇബ്നു ആദം എന്നല്ലല്ലോ, ഇബ്നു ഖലബാനാണോ ഇതിലുള്ളത്? അതിലോ നോക്കട്ടെ, നമ്മളൊന്ന് കിലിമത്ത് വിട്ട് അത് നോക്കിയൊന്ന്. അതും പൊന്നമായത്തി മതിയാൻ പറ്റൂല, അതിൽ പല വ്യത്യാസങ്ങളുണ്ട്. ഇനി ആദം ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒപ്പിക്കുക കാര്യം എന്താണ്, ഈ എല്ലാത്തിനും ജയിച്ചടക്കെന്നാക്കെന്താ പറയും, അബു എന്നോ ഇബിനെന്നോ ഇട്ടിട്ട് ലക്കബ് പറയും. ഇപ്പം മടിയന്മാർക്ക് അമുൽ കസലാനി, അതിനെ പോലെ അമുൽ കസലാൻ ഞാൻ പറയില്ലേ, എല്ലാം ഓരോന്നിനെ പറ്റിയിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഇബിനെന്നോ അബുന്നോ ചേർത്തിട്ട് വായിക്കൂല, അയാൾ ഖാലിബായ വസ്ഫ്. അപ്പം എല്ലാത്തിനും ജയിച്ചടക്കുന്ന ഒരാൾക്ക് ഇബ്നു ഖലബ എന്ന് പറയാന്ന്. എന്തുകൊണ്ട് അങ്ങനത്തെ ഒരാള് ഫലം ജഗതിബനെ അലാ സലാസ്, മൂന്നെണ്ണത്തിൽ മറികടക്കാൻ സാധിക്കൂല, അവിടെ തൂക്കും. ഇബ്നാദം തന്നെ പിന്നെ അതുമ്പോ മനുഷ്യൻ കുറച്ച് തെളിവുണ്ട്. മാ കലബനി ഇബ്നാദം ഉള്ളത് ഫലൻ യഗ്ലിബനി അലാ സലാസിൻ, മൂന്ന് കാര്യങ്ങളെ മേൽ ഖാലിബാങ്ങ് കഴിയൂല, അവിടെ തോക്ക തന്നെ ചെയ്യും. അപ്പം മറ്റേതനുസരിച്ച് എന്തായി, എവിടെയും ജയിക്കുന്ന ഒരു മനുഷ്യന് ഈ മൂന്നെണ്ണത്തെ തോക്കും. എന്താണ്, അൻ ആമുറഹു അൻ യഖുദൽ മാല മിൻ ഗൈരി ഹഖ്ഹി,
ഹക്കില്ലാത്ത മാർഗത്തിൽ കൂടെ എന്താക്കാം മുതൽ സമ്പാദിക്കാൻ ഞാൻ കൽപ്പിക്കും. എന്നിട്ടും വേറെ ആളൊക്കെ ഒന്ന് പിടിച്ചെടുക്കന്നെ, തിരിച്ചു കൊടുക്കൂല. എന്നിട്ടോ വയുംഫിഖഹു ഫീ ഗൈരി ഹഖ്ഖിഹി, അവകാശമില്ലാത്ത എന്തെല്ലോ മാർഗത്തിൽ ഫുളൂലിൽ ചെലവാക്കാൻ പെടും. വയംനഉഹു മിൻ ഹഖ്ഖിഹി, ഹഖ് ഉണ്ടല്ലോ സക്കാത്ത് സദഖ തുടങ്ങിയ അത് തടയും ചെയ്യും. ഈ 3 മനുഷ്യനെ എന്നെ മറികടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. വഖാല സുഫിയാൻ റളിയല്ലാഹു അൻഹു ലൈസ ലിശ്ശൈത്വാനി സലാഹുൻ മിസ്ല ഖൗഫിൽ ഫഖർ, ഫഖർ വന്നക്കും എന്നുള്ള പേടി ഉണ്ടാക്കലിനെ പോലത്തെ ഒരു സലാഹ് ശൈത്താന് വേറെയില്ല, എന്നൊരു ആയുധം. അപ്പം ഫൈദ കബില ദാലിക മിൻഹു, അതിൻ്റെ ആ കാര്യം എന്താണോ ഇവൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആഖദ ഫിൽ ബാത്തിൽ, പിന്നെ ബാത്തിലേക്കാണ് സമ്പാദ്യത്തിലേക്ക് പോക്ക്. വ മനഅ മിനൽ ഹഖ്, ഹക്കിനെ തൊട്ട് തടയുകയും ചെയ്യും. വതകല്ലമ ബിൽ ഹവ, അവൻ്റെ തടിഹവ കപ്പിച്ച് സംസാരിക്കും. ആയത്വാദ്യത്തിൽ വളച്ചൊടിച്ചിട്ട് എന്താക്കും? റിബ എന്ന് പറഞ്ഞാൽ തആമിലും നെക്കുതേനും മുൻഹസ്രണത്തിന് കാറും വണ്ടിയും അതിൽപ്പെട്ടിട്ടില്ല എന്നാണ് പലിശ ഹലാലാക്കുന്ന ആളെ മറുപടി. നെക്കുതേനിയും താമുമാണ്, ബാങ്കിൽ അതിൻ്റെ 3 ഇല്ല എന്നാണ്. കാറ് 3 പെട്ടിട്ടില്ല, വണ്ടിയിൽ പെട്ടിട്ടില്ല. അള്ളാഹിനെ പറ്റി ചീത്തയായ വിചാരങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യും. ഇനി ബുഖൽ പറഞ്ഞില്ലേ, ഒമിൻ ആഫാത്തിൽ ബുഖിൽപ്പെട്ടാണ്. നേരത്തൊന്ന് പറഞ്ഞു കൈകൊണ്ട് കൊടുക്കൂല. അൽ ഹിർസല മുലാസമത്തിൽ അസ്വാഖിൽ ജംഇൽ മാൽ, മുതലൊരുമിച്ച് കൂട്ടുന്നതിന് അങ്ങാടിയിൽ നിന്ന് പിരിഞ്ഞു പോകൂല. കിട്ടിയ സമയം അങ്ങാടി പോയിട്ട് എന്തെല്ലാം കച്ചവടങ്ങളാണ്, എന്തെല്ലാം ലോറി അല്ലെങ്കിൽ പോയി എന്താ സാധനം അത് ഇങ്ങോട്ടാ ഇവിടെ വേണം, ഇത്രതിന് ₹1,00,00,000 അത് നാളെ തരാം, വാ കിട്ടിച്ചോ. പൈസ പോയാലോ പോയി പണിന്ന് ഇവിടെ കോടിയാ, പിന്നെ കൊടുക്കൂല. വല്ല സുവാക്കാണെങ്കിലോ ഹിയ മുഅശ്ശസു ശൈത്താൻ, ശൈത്താൻ്റെ കക്കൂസാണ് ഏത് അങ്ങാടി. അവൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നേ മുട്ടയിട്ടിട്ട് വിരിക്കുന്ന സ്ഥലമെന്നാ ഉഷ്. വറവ അബൂമാമത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ഇബ്ലീസ് ലമ്മാ നസല ഇലൽ അർള്, ഇബ്ലീസ് ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഖാല യാ റബ്ബി അൻസൽതനീ ഇലൽ അർളി, നീ എന്നെ ഭൂമിയിലേക്ക് ഇറക്കിയല്ലേ. വജഅൽതനീ റജീവൻ, എന്നെ റജീവുമാക്കി, അതുകൊണ്ട് എനിക്ക് താമസിക്കാനൊരു പുര വേണം. വജഅല്ലി ബൈത്തൻ, എനിക്കൊരു പുര വേണം എന്ന് പറഞ്ഞാൽ അൽ ഹമ്മാം, തണ്ടാസി പോയിട്ട് കുടിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കച്ചറ പൊടിച്ച അങ്ങാടിയോ മൂക്ക് പൊത്തിയിട്ട് കയറേണ്ട അങ്ങാടിയിലുണ്ടല്ലോ. എന്നിട്ട് പരുക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കിയാലേ അങ്ങാടി നടക്കും, തുണിങ്ങിപ്പാത്തിനെല്ലാം പിടിച്ചിട്ട്. കാലി മജ്ലിസൻ, എനിക്കൊരു മജ്ലിസ് വേണം പഠിച്ചവനെ. കാലല്ല സുവാക്കും, അങ്ങാടിയുണ്ട്. അതുപോലെ തന്നെ മജാമി തുറക്ക്, പല വഴിക്കുന്ന ജനങ്ങൾ വന്നിട്ട് ഒരുമിച്ച് കൂടുന്ന സ്ഥലമുണ്ടല്ലോ, ജംഗ്ഷൻ. ഇപ്പം പയ്യനെടുത്ത് നോക്കിയാൽ ആടുന്ന് നടന്നെല്ലാം വന്നിട്ട് ഒരു കൂടുന്ന സ്ഥലമല്ലേ. കാല ജഅല്ലി തആമൻ, എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. കാല തആമുക മാലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ പേര് പറയാത്ത സാധനങ്ങൾ നിന്റെ താമയ്ക്കൊന്നും പറഞ്ഞു. അപ്പം അതിനുണ്ട് ഹറാമായ താമം പെട്ട് ഭക്ഷണത്തിന് ബിസ്മി ചൊല്ലാൽ അതിന് അടി വാമാക്കൂലേ. കാല ജഅല്ലി ശറാബൻ, എനിക്ക് കുടിക്കാൻ പോകണം. കാല കൊല്ലു മുസ്കിരിൻ, എല്ലാ കള്ളും കുടിച്ചോണ്ട്. കാല ജഅല്ലി മൂദ്യനൻ, എനിക്കെന്താക്കണം, ഒരു എന്നെ വിളിക്കുന്ന ആൾ വേണം. കാലൽ മസാമീർ, വീണ, പാട്ടിന് ഉപയോഗിക്കുന്ന വീണം കണ്ടില്ല. കാല ജഅല്ലി ഖുർആൻ, എനിക്ക് പാരായണം ചെയ്യാൻ വേണ്ടി വേണം. കാല ഷേർ, പാട്ട് പഠിക്കോ. കാല ജഅല്ലി കിതാബൻ, എനിക്ക് ഒരു എഴുത്ത് വേണം. അൽ വിഷമ കേൾക്കും കക്കൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ട് എന്താക്കും, പച്ചകൊത്തിൽ നിന്ന് ഇങ്ങനെ കൊത്തിയിട്ട് എന്നാൽ ചോരണ വെള്ളം എന്താക്കുക, ഈ അഞ്ഞണം വെതുക. എന്നിട്ട് കുറേ സമയം വെച്ചതിന് ശേഷം വാങ്ങിച്ചു കളഞ്ഞാൽ അഞ്ഞണം എന്താക്കും, ചോര വലിച്ചു പിടിച്ചിട്ട് അത് മെച്ചാലും കൂടെ പോകില്ല, ഇറച്ചി മുറിച്ച് മാറ്റേണ്ടി വരും. അതാ വിഷമ. ചില എന്തെല്ലാം ചിത്രങ്ങളാക്കൽ, അതെത്ര മാത്രം അയാൾ വേദന സഹിച്ചിട്ടുണ്ടായി കുത്തിയിട്ടുണ്ടാക്കണമെങ്കിൽ. പച്ചവത്തിന് ബിംബങ്ങളെ പോട്ടുണ്ടാവും, പലതുണ്ടാവും. കാല ഇജ്അല്ലി ഹദീസൻ, എനിക്ക് സംസാരം വേണം. കാല അൽ കദീബ്, കളവ് പറഞ്ഞു. കാല ഇജ്അല്ലി മസായിദ, വേട്ടയാടാൻ, മറ്റുള്ള ആളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൈദുണ്ടല്ലോ, അത് അന്നിസ, പെണ്ണുങ്ങൾ ഉപയോഗിച്ചോ. എന്നാൽ മറ്റുള്ള ആളെ വേട്ടയാടി പിടിക്കാം.
ഇത് ഇത് അതെടുത്ത് നിന്ന് വമിൻ അബുവാബിഹിൽ അളീമതി ഇനി വമ്പിച്ച അബുവാബേദ അത്തഅസ്സുബുലിൽ മദാഹിബി വല്ലഹ്വാ മദാഹിബുകൾ അതേ ഹക്കായ മദഹബായ അങ്ങനെ തന്നെ തഅസ്സുബ് വേണ്ടാന്നല്ലേ അത് സ്വീകരിക്കണം തക്ലീദും വേണം അല്ലെങ്കിൽ അമൽ ചെയ്യാൻ കഴിയൂല പക്ഷെ അതിനെ പൂണ്ട് പിടിച്ചിട്ട് മറ്റൊരാളെ കാപ്പറാക്കുന്ന പരിപാടി ഇതിന് അയാളെ അനഫിയാന്നല്ലോ കൊല്ലടാവനാ ഓനെ തുറന്നിരിക്കാൻ പറ്റും ഓനെ പള്ളിയിൽ നിന്ന് ഓർത്താക്കണം അനഫി അങ്ങനെ കണ്ടതാ അതെന്തോ ചീത്തയായി കണക്കാക്കുക അഹ്വാകാകം പിന്നെ മറ്റേ വിധേയത്ത് അതുകൊണ്ടാണ് ഇന്ന് 72 പാർട്ടി ഉണ്ടായത് ഓരോരുത്തർക്ക് തോന്നിയല്ലുണ്ടെന്ന് അതിന് നേതാവ് ആരാന്ന് ചോദിച്ചാൽ ഒരു സാലിഹ വ്യക്തി ഉണ്ടാവില്ല ഏതോർ തന്നെ ജൂനുവിനായിരിക്കും അതിൻ്റെ പിന്നിലുണ്ടാകില്ലേ സാമ്യമാവിനെ പറ്റൂല പിന്നെ വൽ ഹെക്കുദാൽ ഹുസൂം എതിര് കക്ഷികളോട് പകവെച്ച് പുലർത്തുക എന്നിട്ട് അതിന് യോഗം ചേരലും ഇപ്പം നടക്കുന്ന തന്നെ ഒരു പാർട്ടിയാക്കി 2 പൊടിയാക്കിയിട്ട് എന്താക്കുന്ന ആ പൊടി സ്റ്റേജ് കെട്ട് ഇപ്പം സ്റ്റേജ് കെട്ടുക അവർ കാപ്പറാക്കി ഇപ്പുറം കാപ്പറാക്കി അവർക്ക് പള്ളി വേറെ ഇവർക്ക് പള്ളി വേറെ അവർക്ക് റമദാൻ വേറെ ഇവർക്ക് റമദാൻ വേറെ കിവില മാറിയിട്ടില്ല എന്നേ തോന്നുന്നുള്ളൂ വന്നതുറ ഇലൈഹിം ബിഹൈനിൽ ഇസ്തിറാൽ ഇത് തഅസ്സുബ് ആ തവസ്സുൽ അച്ചടിപ്പെടുവന്ന് തഅസ്സുബ് അത് പറയുന്നുണ്ടോ അത് അങ്ങനെ ചില പിഴവഴിച്ചിട്ടുണ്ട് ഇല എന്നുള്ള ഇല പോയിട്ട് ഇല്ല ഇസ്തിനാന്റെ ഇല്ലായിട്ടുണ്ട് അത് വേണമെന്നില്ല തഅസ്സുബ് എന്നുള്ളതിനെ മാറ്റിയിട്ട് ശരിയാക്കാം എന്നിട്ടോ വൽ ഹിക്ദു അലൽ ഖുസൂം എതിര് കക്ഷിയാണെന്ന് പറയപ്പെടുന്ന ആളോട് എന്താക്കാം ഭയങ്കരമായ വെറുപ്പ് കണ്ടാൽ സ്ഥലം ചെല്ലൂല അയാളെ മയ്യത്ത് കാണാൻ പോലും പറ്റൂല രോഗം കാണാൻ പറ്റൂല വന്നതുറ ഇലൈഹിം ബിഐനിൽ ഇസ്തിറാൽ പരിഹാസത്തിൻ്റെ കണ്ണുകൊണ്ടാണ് നോക്കുന്നത് ഇഷ്ടക്കാരൻ്റെ ഇവരൊന്നുമല്ല ഇവർ മാത്രം സ്വർഗത്തിൽ വദാലിക മിമ്മ യുഹ്ലിക്കുൽ ഉബ്ബാദ വൽ ഫുസ്താഖ ജമീഅൻ ആബിദീങ്ങളെയും ഇതുകൊണ്ട് ഹലാക്കാക്കിയിട്ടുണ്ട് ഫാസിഖീങ്ങളെ നേരത്തെ തന്നെ ഫസാദാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ബാധിക്കും فإن الطعن في الناس والاشتغال بذكر نقصهم صفة مجبولة في الطبع من الصفات السبعية എന്തുകൊണ്ട് ജനങ്ങളെ കുറ്റം പറയുകയും അവരെ പോരായ്മ കൊണ്ട് പറയലുകൊണ്ട് ഏർപ്പെടലും മനുഷ്യന് നേരത്തെ പ്രകൃതിയാൽ എന്താക്കിയിട്ടുണ്ട് ഊട്ടപ്പെട്ട സാധനം അത് സബിയ്യത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട സബ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പിടിച്ചു പിടിക്കുന്ന സാധനം അത് ഫൈദ ഖയ്യല ഇലൈഹി ശൈത്വാനു അന്നദാലിക ഹുവൽ ഹഖു ഇത് നല്ല ഹക്കായ പരിപാടിയാണ് ദീനിനെ സഹായിക്കുന്ന പരിപാടിയാണ് എന്ന് വെച്ചിട്ട് എന്താക്കും തഖീലാക്കി കൊടുത്താൽ പിന്നെ ഇത് ഇബാദത്തായില്ലേ ഇത് സബ പിടിമുറുകം അത് തിരിച്ചു വെച്ചാൽ മതി. ഇപ്പം ഇതിനെന്താക്കും നല്ലതാണ് പരിപാടി എന്ന് പറഞ്ഞിട്ട് എന്താക്കും ശൈത്താൻ തോന്നിപ്പിക്കും. അപ്പം വക്കാന മുവാഫിക്കൽ തബഈ അപ്പം തബഈനോട് യോജിച്ച ഇബാദത്തായി ഗലബത്ത് ഹലാബത്തുഹു അലാ ഖൽബിഹി അതിന് ഇതാൻ്റെ ജവാബാണത്. ഇതിനോടുള്ള മാതിൻ്റെ മോൻ്റെ കൽബിൽ അങ്ങനെ ഗാലിബായി. അപ്പോൾ ഓൻ നല്ല പ്രാസംഗികനും എല്ലാ സ്റ്റേജിലും ഓനക്ക് തന്നെ ഞാൻ പറയേണ്ട പോലെ ഉസ്താദന്മാർ ചീത്ത പറഞ്ഞാൽ അരച്ചിലക്കിയ മാതിരിണ്ട് എന്താ എൻ്റെ ടേസ്റ്റ് പ്രിയപ്പെട്ട ശിഷ്യനെ ഉപയോഗപ്പെടുത്താൻ പറയാൻ വേണ്ടിയിട്ട്. അതിനെന്തോലു ശിഷ്യൻ പറഞ്ഞാലേ ഉസ്താദിന് വേദന കൂടുള്ളൂ, അല്ലെങ്കിൽ എന്താക്കും വേദന ഉണ്ടാവില്ല. മറ്റുള്ളവരെ പറയുമ്പോൾ സ്വാഭാവികമല്ലേ, ആൾ കണ്ണുനീരൊഴുക്കണം. ഇതൊക്കെ പറയുന്ന കേട്ട സംഭവങ്ങളെ പറഞ്ഞിരുന്നു. അപ്പം 1000 കൊല്ലം ഇപ്പം നടക്കേണ്ട കാര്യം മൂപ്പർ പറഞ്ഞത് കശ്ഫാണ്. അപ്പം മുഴുവൻ ശ്രദ്ധയും ചെലുത്തിക്കൊണ്ടെന്താക്കും അതുകൊണ്ട് ഏർപ്പെടൽ എന്തെല്ലാം കുറ്റം കുറവുണ്ട് അത് ഫോട്ടോ എടുത്തിട്ട് എന്താക്കും അടുത്ത സ്റ്റേജിൽ അവതരിപ്പിക്കണം. വീട്ടിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ വരെയും ബഹുബിദാലിക്ക ഫർഹാനും മസ്റൂർ എന്നിട്ട് എന്തൊരു പോസാക്കാന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. യദുന്നു അന്നഹു യസ്ആ ഫിദ്ദീൻ ദീനിന് വേണ്ടിയുള്ള അധ്വാനമാണെന്നാണ് മൂപ്പർ വിചാരിച്ചത്. എത്തരത്തിൽ ബഹുവസായും ഫിത്തിബായി ഷയാത്തീൻ ശൈത്താമാരെ പിൻപറ്റുന്ന വിഷയം നല്ലോണം അധ്വാനിക്കുന്നുണ്ട് ഇവർ. ഫതറൽ വാഹിദ മിൻഹും നമുക്ക് യതഅസ്സബു ആദ്യം എന്താണ് മദാഹിബ് പറഞ്ഞല്ലേ യതഅസ്സബു ലി അബീബക്കർ റളിയല്ലാഹു അൻഹു അതുകൊണ്ട് ഒരു തഅസ്സുബ് അല്ലേ. ഇവൻ്റെ അവസ്ഥ എന്താ ബഹു ആക്കിലുള്ള ഹറാം ഇവ പലിശയും പിടിച്ചു വച്ചെല്ലാം തിന്നുന്നവനാ. എന്നിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് മുഹിബ്ബ എന്ന് പറഞ്ഞെടുക്കുന്നത്.
മൊഹിബത്ത് എല്ലാവർക്കും ഉണ്ട്, ഒരു തഅസ്സുബ്. വമുത്ലിഖുൽ ലിസാനി ബിൽ ഫുളൂലി വൽ കദിബ്, ഇവൻ്റെ ജീവിതം പറഞ്ഞിരിക്കും. ഫുളൂല് കൊണ്ടും കദിബ് കൊണ്ടും നാവ് അഴിഞ്ഞാടുകയാണ്, അതിന് ബന്ധില്ല. വമുഅതഅത്തിൻ ലിഅൻവാഇൽ ഫസാദ്, എല്ലാ ഫസാദിനെയും കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നിട്ടോ ഞാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ആളാണ് എന്നാ പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്നെങ്കിൽ ചവിട്ടിയോ ഉടക്കി വിടുന്നു, മൂപ്പർന്ന് കാണട്ടെ. വലൗ റആഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവനെ കണ്ടെങ്കിൽ ലക്കാന ഹുവ അവ്വല അദുബില്ലഹു, ആദ്യത്തെ അദബ് മൂപ്പറായിരിക്കും. ഇതൊന്നും മൂപ്പർ സമ്മതിക്കൂല. ഇത് മുവാലി അബീബക്കരീൻ, അബൂബക്കർ തങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ മൻ അഖദ സബീലഹു, മൂപ്പറ മാതൃക സ്വീകരിക്കണം. വസാറ ബിസീറത്തിഹി വഹഫിള മാ ബൈന ലിഹിയൈഹി, അവൻ്റെ 2 താടിയലിൻ്റെ ഇടയിലുള്ള നാവുണ്ടല്ലോ അത് സൂക്ഷിക്കുന്ന ആളാകണം. സിദ്ദീഖ് തങ്ങൾ എന്താന്ന് ബാറ്റ് സംസാരിച്ചു പോകുന്നതിന് ബാലിൽ കല്ലിട്ടാണ്, അതാ എടുത്തു പറയാൻ കാരണം പ്രത്യേകം പറഞ്ഞത്. ദാ വകാന മിൻ സീറത്തിഹി റളിയല്ലാഹു അൻഹു, ആരെ സിദ്ദീഖ് തങ്ങളെ അയ്യദ ഹസാതൻ ഫീ ഫമിഹി, വായിലൊരു കല്ല് വെക്കും. ലിയകുഫ ലിസാനഹു അനിൽ കലാം, സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിമാലായനി, ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കാൻ വായിൽ കല്ലിടും. ഇവൻ വായിൽ എന്താക്കിയിട്ട് കല്ലല്ല, ഉള്ളെല്ലാം കട്ടയിച്ചു കൂടിയെന്ന്. ഫഅന്നാ ലിഹാദൽ ഫുളൂലിയ്യ, ഈ ഫുളൂലുകാരന് എവിടുന്ന അവകാശം? അൻയദ്ദഅയ ബലാഅഹു വഹുബ്ബഹു, സിദ്ദീഖ് തങ്ങളോട് പിന്നെ മുഹിബ്ബാണ് എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുണ്ട് ഇവിടെ? വലാ യസീറ ബിസീറത്തിഹി, സിദ്ദീഖ് തങ്ങളെ മാതൃക സ്വീകരിക്കാതെ. ഇനി മറ്റൊന്ന് തറാ ഫുളൂലിയൻ ആഖറ, വേറൊരു ഫുളൂലുണ്ട് ഇത്, അത് കണ്ടിട്ടുണ്ടാവും. യതഅസ്സബുലി അലിയ്യൻ റളിയല്ലാഹു അൻഹു, ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നില്ല, ഷെയ്ഖാനെ കണ്ടുകൂടെ കൂട്ടർക്ക്. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു മേലെ ഷെയ്ഖാനെ കണ്ടുകൂടാ. എന്നിട്ടല്ലേ ഒരാൾ നാവ് മുറിച്ചിളക്കിയ സകല കിതാബിലുണ്ടല്ലോ, പല കിതാബിലുണ്ടത്. ഏതാ അഷുറാൻ്റെ സ്ഥലത്താണ് എല്ലാം പല, അതായത് യൂസുഫ് നബ്ഹാനി ഇമാം ജാമിഅ കറാമത്തുൽ ഔലിയയിൽ പറഞ്ഞിട്ട് പറഞ്ഞു വരും. അതായത് സിദ്ദീഖ് തങ്ങളെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പറ്റാത്ത ഈ ദേഷ്യക്കാരുണ്ട്, അവർ സംഘടിച്ചിട്ട് ആണെന്നല്ലോ കബാലിയും പരിപാടിയാക്കുന്നവർ. എന്നിട്ടൊരു മൂപ്പർ സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ വിദേശത്ത് നിന്ന് വന്നേന്ന്, എനിക്കെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സഹായഹസ്തം നീട്ടിക്കൊണ്ട് പോകുന്നു. ഒരു വയസ്സം പറഞ്ഞു പോകാനപ്പോൾ പരക്ക് പറ്റിയില്ല, ആക്കാന്ന് പറഞ്ഞിട്ട് പരക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് നാവ് മുറിച്ചിട്ട് പറഞ്ഞ് അബൂബക്കർ റഹ്മാനെ സ്നേഹിച്ചാൽ കിട്ടുന്ന കോളാണ് ഇത് കൊണ്ടുപോയിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുണ്ട്, ഞാൻ 7 കിതാബിൽ വായിച്ചത്. ഇയാളൊക്കെ ഈ മുറിച്ച നാവ് വായിച്ചെന്താക്കി അങ്ങനെ തന്നെ കരഞ്ഞും കൊണ്ട് റൗള ഷരീഫ് റളിയല്ലാഹു അടുത്തേക്ക് വന്നു. അവിടെ വന്നിട്ട് ഇങ്ങനെ തങ്ങളോട് പറയാൻ നാവില്ലല്ലോ, കണ്ണീർ ഇടുക്കിക്കൊണ്ടിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കശ്ഫ് കാണുന്നെന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ബേജാറായി, വളരെ ദുഃഖിതനായി എണീക്കുന്നു. സിദ്ദീഖേ എന്ന് എണീച്ചട്ടെ, നിന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട് അയാൾ നാവ് മുറിച്ചിട്ട് ദുൽമ ചെയ്തിട്ടുണ്ട്, ആ നാവൊന്ന് ശരിയാക്കി കൊടുക്കും. തങ്ങൾക്കറിയിട്ടല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാവടെ ചേർത്ത് വെച്ചിട്ട് വിസ്മിൻ ചൊല്ലി തങ്ങൾ തടകിപ്പം നാവ് മുറിച്ച് നാട്ടിലേക്ക് പോയി, സുഖമായി. പിന്നൊരു കാലത്ത് അദ്ദേഹം വന്നിട്ട് ഇതേമാതിരി ചോദിച്ചപ്പോൾ ഒരു ബാല്യക്കാരെ കൂട്ടിയിട്ട് പറഞ്ഞ് നമുക്ക് പരക്ക് പോയിട്ട് ചോദിച്ച് എന്തെല്ലാം ഭക്ഷണം വേണ്ട, ചൂടുവെള്ളം വേണോ, തണുത്ത വേണോ, കുളിക്കണ വസ്ത്രം വേണോ, എല്ലാം ചോദിച്ച അങ്ങേയറ്റത്തെ സൽക്കാരം. അദ്ദേഹം ചോദിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം വെച്ച് എത്ര മാറ്റം എന്നറിയോ? എന്താ അത്? കഴിഞ്ഞൊല്ലം ഞാൻ വന്നപ്പോൾ എന്നെ നാവ് മുറിച്ചിട്ട് എന്നെ ബുദ്ധിമുട്ടാക്കുകയാണ് ചെയ്തത്, ഇക്കൊല്ലം എനിക്ക് വലിയ സൽക്കാരല്ലേ കിട്ടിയത്. എന്താ എന്നെ ചെയ്തേ? ഞാൻ അബൂബക്കറിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന് എന്നെ അയാളെന്താക്കി നാവ് മുറിച്ച്. ഇക്കൊല്ലം എനിക്ക് വേണ്ടത് സൽക്കാരല്ലേ കിട്ടിയത്. അന്നേരം പറയുന്നത് ആ നാവ് മുറിച്ച ആളാരെന്നറിയോ? എൻ്റെ ഉപ്പൻ. ഉപ്പാൻ അള്ളാഹു തആല കൊരങ്ങാക്കിയിട്ട് കോലം മറിച്ചിട്ടുണ്ട്. അന്ന് മുതൽ കാണുന്ന വളപ്പിക്കൂട്ടിക്കൊണ്ടപ്പോൾ ഒരു ആലയിലുണ്ട് ഒരു മനുഷ്യക്കുരങ്ങ്. എന്താ നിങ്ങൾ കഴിഞ്ഞ നാവ് മുറിച്ചേ ഉപ്പ അത് കണ്ട, അയാൾ അള്ളാഹു തആല ഇബ്രത്താക്കി വെച്ചിട്ടുണ്ട്. അത് യൂസുഫ് നബ്ഹാനി ഇമാം എന്താക്കും, ഈ കോലം മറിക്കൽ മസ്ഹ് ഇതുപോ തുടങ്ങിയത് ഉണ്ടാകൂല എന്ന് പറഞ്ഞതിന് ചില ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചരിത്രം അവതരിപ്പിക്കുന്നത്. മറ്റൊന്ന്
ബിദ്അത്തിന്റെ ചില അഹ്ലുകാർ മറ്റേ എതിര് കക്ഷിനെ ബുദ്ധിയും പുറക്കുമ്പോൾ അള്ളാഹു തആലയുടെ കഥ പറയുന്ന സംഭവം അതിൽ തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്ന്, മസ്ഹ് ചെയ്ത സാധനം 3 ദിവസത്തിനപ്പുറം നിൽക്കൂല എന്നാണ് പറയപ്പെടല്. ഇത് എല്ലാവർക്കും ഇബ്രത്തായിട്ട് ബാക്കി വെച്ച് ഞങ്ങളെ പൊരി താമസിപ്പിക്കാണ്ട് മുറ്റത്ത് ആല കെട്ടിയിട്ടുള്ളത്. നമ്മളൊരു കിതാബില്ലേ അഹ്ലുസുന്നത്തിന്റെ വലിയ അഖീദ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തന്നു. സവായിക്കൽ മെഹരിക്കലുണ്ട്. പിന്നെ യൂസുഫ് നബ്ഹാനി ഇമാമിൻ്റെ കറാമത്തുല്ലൗലിയ, ജാമിയ കറാമത്തുല്ലൗലിയ അതിലുണ്ട്. ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീൻ്റെ അവസാന ഭാഗത്തുണ്ട്. തങ്ങളെ മുഅ്ജിസാത്തിൽപ്പെട്ടതാണ് മസ്ഹ് കൊണ്ട്, ആമായ ബലായ കൊണ്ട് ശിക്ഷിക്കൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിനെതിരല്ല എന്ന് കൊണ്ടിട്ടുണ്ടാകും. അപ്പൊ സിദ്ദീഖ് തങ്ങളെ വെറുക്കുന്ന ഏതെല്ലോ കോമുണ്ട്. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അലിയാർ തങ്ങളോട് തഅസ്സുബ് വെച്ച് പിരിസം തോലും. എന്നിട്ടാണ് മുആവിയ തങ്ങൾ എന്താക്കുന്നത്, ചീത്ത പറയണമെന്ന് ഔറാദായിച്ചുകൊണ്ടിരുന്നു. ചെല്ലുന്ന തരീഖത്തിന്റെ ഔറാദാന്ന് പോലും അത് സഹാബത്താരെന്നാ മനസ്സിലാക്കിനി. വകാന മിൻ സുഹദി അലിയിൻ, അലി റളിയല്ലാഹുവിന്റെ സുഹദ് എങ്ങനെ ഉണ്ടെന്നറിയോ? വസീറത്തിഹി അന്നഹു ലബിസ ഫീ ഖിലാഫത്തിഹി, ഖലീഫയായിരിക്കുമ്പോൾ ധരിച്ച വസ്ത്രം ഥൗബൻ ഇഷ്തറാഹു ബി സലാസത്തി ദറാഹിമ, 3 ദിർഹമിന്റെ വസ്ത്രം ധരിച്ചത്. അത്രമാത്രം സുഹദാണ്. രാജാവാണ്. വഖതഅ റഅസൽ കുമ്മൈനി ഇല റുസ്ഖ്, ഇതിന്റെ ഇത് മുറിച്ചുകളയും ചെയ്ത് നീട്ടം കൂടാണ്ട. ഇവിടെ തറൽ ഫാസിക്ക്, അലിയാറ തങ്ങളെ ആളാന്ന് പറയുന്ന ഈ ഫാസിക്കിനെ കാണാൻ ലാബിസൻ ലി സിയാബിൽ ഹരി, പട്ടുവസ്ത്രം ധരിച്ചിട്ടാണ് ഇപ്പം സംസാരിക്കുന്നത്. അലിയാറ തങ്ങളാണ്. മുതജമ്മിലൻ ബി അംവാലിൻ ഇക്തസബഹ മിൻ ഹറാം, ഹറാമിൽ നിന്ന് സമ്പാദിച്ചെടുത്ത കുറേ അമ്പാലും വെച്ചിട്ട് എന്താക്കും ഇവിടെ ഫഖ്റ് കാട്ടേൻ ചമീൻ. എന്നിട്ട് വഹുവ യതഅത ഹുബ്ബ അലിയ്യിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹുബ്ബ് വാദിക്കുന്നുണ്ട്. വയദ്ദഇ വഹുവ അവ്വലു ഖുസമാഇഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ആദ്യത്തെ ഖസ്മാരായിരിക്കും അലിയാർ തങ്ങളായിരിക്കും. അലിയാർ തങ്ങളെ പറയിച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് മൂപ്പർ ഉദാഹരണം ചോദിക്കുന്ന വലയത്ത് ശരി മൻ അഖദ വലദൻ അസീദൻ ലി ഇൻസാൻ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആദരിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരാൾ പിടിച്ച്, തങ്ങളെ ഹുവ ഖുർറത്തു ഐനിഹി, ആ കുട്ടി വല്ലാത്ത സ്നേഹം. വ ഹയാത്തു കൽബിഹി, കൽബിൻ്റെ ഹയാത്താണ് അത്രമാത്രം സ്നേഹിക്കുന്നത്. ഫഅഖദ യദ്രിബുഹു, എന്നിട്ട് കുഞ്ഞിനെ പിടിച്ചിട്ട് അടി. എന്താണ് ഈ കുഞ്ഞിൻ്റെ ഉപ്പാനോടുള്ള സ്നേഹം നടപ്പിലാക്കിയെന്ന്. ഉപ്പാനെ വല്ലാത്ത വിശ്വം ഇയാൾക്ക്. ഞാൻ ആ കുഞ്ഞിനെ പിടിച്ചടിക്കുക. വയമാനെ പറിച്ച് കയറി വയന്തിപ്പ് ഷഹറഹു, എന്നിട്ട് മുടിയെല്ലാം പറിച്ച് ചാടി വയക്ക് തഹബിൽ മിഖാൽ, കത്രിയ കൊണ്ടെന്താക്കി മുറിച്ച് വഹുവമാതാലിക്ക, അതോടുകൂടി യദ്ദഇ ഹുബ്ബ അബീഹി വവലാഹു, ഈ കുഞ്ഞിൻ്റെ ഉപ്പാനുണ്ടെങ്കിൽ വലിയ ബിരിസാന്ന് എന്നാ പറയും. എന്നിട്ട് അതൊക്കെ ചെയ്തു. ഫകൈഫ തകൂനു ഹാലുഹു ഇൻദഹു, എന്താ ഇവൻ്റെ അവസ്ഥ ഉപ്പ ഇതറിഞ്ഞാൽ? അതിന് ഉദാഹരിക്കുന്നത് വമഅലൂമൻ അന്നദ്ദീന വശറഅ കാന അഹബ്ബ ഇലാ അബീ ബക്രിൻ വഉമറ വഉസ്മാന വഅലിയ്യിൻ വസായിരി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും വഅന്ന വറല്ലാഹു അന്ന, ഇവർക്ക് ദീനും ശർഅാണ് ഏറ്റവും വലുത്, സ്വന്തം തടിനേക്കാണ് വലുത്. മിനൽ അഹ്ലി വൽ വലദി ബൽ മിനൻ, അതാ സ്വന്തം തടിനേക്കാണും. എന്നാൽ വൽ മുഖത്തഹിമൂന ലി മആസി ശർഇ, ശർഇൻ്റെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന മനുഷ്യന് ഹുമുല്ലദീന യുമസ്സിഖൂന ശർഅ, അവർ ഏറ്റവും സ്നേഹിച്ച ശർഇനെയാണ് ഇവിടെ പറിച്ചു കീറുന്നത്. വയഖതഊനഹു മഖാറിൽ ഷഹവാത്ത്, ഇവൻ്റെ ഷഹവാത്തിൻ്റെ കത്രി ഉപയോഗിച്ചുകൊണ്ട് അത് നുറുക്കിക്കളയുന്നുണ്ട്. വയതബദ്ദദൂന ബിഹി അദുബില്ലാഹി, ഇബ്ലീസിനെ നല്ലോണം സന്തോഷിപ്പിക്കുന്നുണ്ട്. വഅദുബി ഔലിയാഇഹി, ഔലിയാക്കന്മാർ അതുവാണ്. ഫതറ കൈഫ യകൂനു ഹാലുഹു യൗമൽ ഖിയാമത്തി ഇൻദ സ്വഹാബ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഇവൻ്റെ അവസ്ഥ എന്തായിരിക്കും? വഇൻദ ഔലിയാഇല്ലാഹി തആല മൻ ലൗ കുശിഫൽ ഗിതാഉ, ഇപ്പം മുഖംമൂടി അങ്ങ് തുറന്ന് സത്യം വെളിപ്പെടട്ടെ. മഅറഫ ഹൗലായി മാ തുഹിബ്ബുഹു സഹാബത്തു ഫി ഉമ്മത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ഉമ്മത്തിൽ എന്താ ഉണ്ടാവണം എന്ന് സഹാബത്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ടല്ലോ. നലസ്തഹയോ മിൻ അൻ യുജ്റു അലൽ ലിസാനി ദിക്റഹും മാ ബിഖുബിഹി ഹാലി അഫ്ആലി, ഇവൻ്റെ ഇത്ര മോശ പ്രവർത്തനത്തിൽ സഹാബത്തിൻ്റെ പേര് പറയാൻ പോലും എനിക്ക് അധികാരമില്ല. എന്നിട്ടല്ലേ ഹുബ്ബ്.
എന്നിട്ടോ സുമ്മയിന്നെ ശൈത്താൻ പെടുത്തില്ല യുഹയ്യലു ഇലൈഹിം അവരിലേക്ക് തോന്നിപ്പിക്കുന്ന അന്നമമ്മാത്ത മുഹിബല്ലി അബീബക്കർ വഅമറ റളിയല്ലാഹു അൻഹുമിനാനെ പിരിച്ചം വെക്കുന്നക്ക് ഫന്നാറുൽ തഹമുസു ഹൗലവിൻ്റെ പരിസരത്ത് പോലും നരകം തൊടൂല എന്നാ പറയും. ഞാൻ പിരിച്ചം വെച്ച ആളായുണ്ട്. നരകത്തിൽ പോകാനാ? ഞാനോറെ പിരിച്ചം വെച്ച ആളില്ലേ. എന്നെ പല തട്ടിപ്പുണ്ട്. എന്നെ പൊടിച്ചോ ഒന്നും പൊടിക്കണ്ടെന്ന് വൈദ്യമാലയിലുണ്ട്. ഷെയ്ഖ് പറയുന്നത് മദീശക്ക് തങ്ങൾ പറഞ്ഞ ഹക്കല്ലേ? അതെ, നിങ്ങൾ എൻ്റെ കൈ തൊട്ടപ്പം എന്തായി മദീശക്ക് തങ്ങളെ പിടിച്ച് ഞാൻ കാതിരിയാന്ന് അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടാ? ഉണ്ട് എന്ന് പറഞ്ഞാൽ പറയും നിങ്ങൾ ഷെയ്ഖ് പറഞ്ഞില്ലേ പേടിക്കണ്ട. നിങ്ങൾ പഠിക്കാൻ കാരണം ഒന്നും പഠിക്കണ്ട, നിങ്ങൾ സ്വർഗത്തിലാണ്. പക്ഷെ ഇവിടെ കാതിരിയായ എന്നെ പിടിച്ചോറ് ആയിട്ടില്ലല്ലോ ഇവിടെ. ഷെയ്ഖ് പറഞ്ഞത് ഹക്ക് തന്നെ, എൻ്റെ പിടിച്ചോർ ഒന്നും പേടിക്കണ്ട. കാരണം ആരാന്ന്? ഓർ ഇബാദുല്ലാഹി സാലിഹീൻ അസാബിഖൂന ബിൽ ഖൈറാത്തിൻ്റെ പദവിയിലേക്ക് ഓർ എത്തിച്ച്. എൻ്റെ മുരീദന്മാർ പകൽ സമയത്ത് നോമ്പ് നോക്കുന്നവരാണ്, രാത്രി നക്ഷത്രങ്ങളെപ്പോലെ ഇരുട്ടത്തെന്താകും തിളങ്ങുന്നവരാണെന്ന് പറഞ്ഞിട്ടാണ് ഉപ്പർ വ്യാഖ്യാനിച്ചത്. ഇബിനിതായ ഇത് കാതിരി കൊതിരി എന്ന് പറഞ്ഞ് നടക്കുക. അബൂബക്കർ ഉമർ റളിയല്ലാഹുവിനെ സ്നേഹിച്ചാക്ക് നരകം തൊടൂല. എന്നിട്ടോ വയുഹയ്യലു ഇലൽ ആഖിരി മറ്റൊരോട് പറയുന്നു അന്നഹു ഇദാ മാത മുഹിബ്ബല്ലി അലിയൻ അലിയാർ തങ്ങൾ ഒരാൾക്ക് പിരിച്ചം വെച്ചിട്ട് മരിച്ചാൽ ലം യകുൻ അലൈഹി ഖൗഫുൻ ഒരു ഖൗഫും ഇല്ല കേട്ടോ. എന്നാൽ വഹാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലി ഫാത്തിമ ബീവിനോട് പറഞ്ഞെന്താണെന്നറിയോ? വഹിയ ബദഅത്തും മിൻ തങ്ങളെ ഒരു അംശമാണാരി ഫാത്തിമ ബി. ഏമലി മോളെ നല്ലോണം അമൽ ചെയ്യണേ. ഫൈനിലാവനി ഞങ്ങൾക്ക് മിനല്ലാഹി ഷൈഅദിൻ അമലിന് ഞാനൊന്നും എന്താക്കില്ല ഇങ്ങനെ ആക്കാൻ കഴിയൂല, ചെയ്യണോണം. എന്നാ ഫാത്തിമ ബീവിനെ കാണാൻ മഹബത്തുണ്ടാകുമോ തങ്ങൾക്ക് ഇങ്ങോട്ട്? മിസാലും ഔറദിനാഹു ഇതൊരു മിസാൽ. അതെ, അസലുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ അബൂലാബിനിട്ടുണ്ടല്ലേ? അബൂലഹബ് സ്വന്തം മൂത്താപ്പയല്ലേ? ഹംസത്ത് റളിയല്ലാഹുവിനെ കൂടെ ഇരിക്കേണ്ട ആളല്ലേ? ഉപ്പനെ കഴിച്ചാൽ അടുത്ത ആളാരും മൂത്താപ്പയല്ലേ? അബൂലഹബിന് എന്താ കിട്ടിയത്? ഇപ്പോൾ മിസാലും ഔറദിനാഹും ജുംനത്തിൽ ലഹുബ തടിഹബാന്റെ കാര്യത്തിൽ ഒരു മിസാല് പറഞ്ഞതേ ഉള്ളൂ. ഇനി നേരത്തെ പറഞ്ഞില്ലേ മദാഹിബ് മുതഅസ്സിബീന ലിശ്ശാഫിഈ വഅബീ ഹനീഫത വമാലിക് വഅഹ്മദ വഗൈരിഹിം മിനൽ അഇമ്മത്തി റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. ഇവരോട് തഅസ്സുബുള്ള കുറച്ച് കൂട്ടരുണ്ട്. അപ്പോൾ ബാക്കി മദ്ഹബെല്ലാം പറ്റക്കർ. ഫകുല്ലു മനിദ്ദഅ മദ്ഹബ ഇമാമിൻ ഒരു ഇമാമിൻ്റെ മദ്ഹബ് വാദിച്ച് വഹുവ ലൈസ യസീറു ബിസീറത്തി അവരെ സീറ പോലെ നടക്കുന്നുമില്ല. ഫദാലിക്കൽ ഇമാമു അപ്പോൾ ആ ഇവൻ പറഞ്ഞ ഇമാമുണ്ടല്ലോ ഹസ്മുഹു യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ ഇവൻ്റെ എതിർകക്ഷിയായിരിക്കും. ഇത് യഖൂലു ലഹു കാന മദ്ഹബി എടാ എൻ്റെ മദ്ഹബ് എന്താണെന്നറിയോ? അല്ല അമല ദൂനൽ ഹദീസ് ബിൽ ലിസാൻ നാവ് കൊണ്ട് എന്തെങ്കിലും പറയലല്ല, എൻ്റെ മദ്ഹബ് കൊണ്ട് അമൽ ചെയ്യലാണ്. വകാനൽ ഹദീസ് ബിൽ ലിസാൻ ലി അജ്ലിൽ അമൽ നാവ് കൊണ്ട് സംസാരിക്കേണ്ടത് അമലിന് വേണ്ടിയിട്ടാണ്. ലാ ലി അജ്ലിൽ ഹദിയാനി പിച്ചും പെയ്യും ബിലാന്തും പറയാനല്ല. ഫമാ ബാലുക ഖാലഫ്തനി ഫിൽ അമലി വസ്സീറത്തി അമലിൻ്റെ വിഷയത്തിലാവട്ടെ എൻ്റെ ജീവിത ശരീരത്തിലാവട്ടെ അല്ലത്തി ഹിയ മദ്ഹബി വ മസ്ലക്കി അതാണ് എൻ്റെ മദ്ഹബ് എൻ്റെ മസ്ലക്കും അല്ലതി സലക്തു വദഹബത്തു ഫീഹി ലല്ലാഹി തആല അതിൽ കൂടിയാണ് ഞാൻ അള്ളാഹുവിലേക്ക് എത്തിയത്. സുമ്മദ്ദായിത്ത മദ്ഹബി കാദിബ നീ എൻ്റെ മദ്ഹബിൻ്റെ ആളാന്ന് കാദിബ് പറ്റി പറയുന്നു. വഹാദാ മദ്ഖലുൻ അദീമുൻ മിൻ മദാഖിലി ശൈത്താൻ ശൈത്താൻ്റെ വാതിലുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വാതിലാണ് ഇത്. എല്ലാ കാലത്തും നടക്കുന്നത്, ഇക്കാലത്ത് പ്രത്യേകിച്ചിട്ടും. കത് അഹ്ലക ബിഹി അക്സറൽ ആലം ലോകം മുഴുവൻ ഫസാദാക്കി ഇതുകൊണ്ടാണ്. ബഖദ് സുല്ലിമത്തിൽ മദാരിസു മദ്രസകളും മറ്റ് ദർസുകളും ലഭിച്ച ലിയാക്കവ മിക്കോലെ കൊമ്മട്ടിക്ക് അക്കാലത്തുണ്ട് ഇത്. കല്ല മിനല്ലാഹി ഖൗഫഹ കൊമ്മട്ടിക്ക് അള്ളാഹിനെ പറ്റി പേടിയേ ഇല്ല. കണ്ടാ പിന്നിട്ടില്ല. ബസീറത്തുഹും ദീനിൽ അവർക്ക് ബസീറത്തും ഇല്ല. അത് അള്ളാഹുഫക്ക് അല്ലാന്ന് പറയുമ്പോൾ കുറച്ചുണ്ടെന്ന് വരും, കുറഞ്ഞു പോയിന്നേ. ഇക്കാലത്ത് ഒട്ടുമില്ല. ഒന്നിരിട്ടാലും കൂടെ പള്ളിക്കാരത്തായിരിക്കും കോമ്പറ്റീൻ്റെ പ്രസിഡന്റ്.
എന്നാ അക്കാബിറ മുജ്രിമീഹ എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ലേ? ഫീക്കുല്ലി ഖറിയത്തിൻ അക്കാബിറ മുജ്രിമീഹ വഖവീദ് ഫിദ്ദുന്യാ റഗബത്തുഹും, ദുന്യാവിൽ ഓരോ ആശ മൂത്തിട്ടുണ്ട്. വസ്തദാലിസ്തിബായിറുസും, കുറേ ആളെ കിട്ടണം ഓരോ പിന്നിൽ, ഓർ അംഗീകരിക്കുന്ന ആളെ, അതിന് വേണ്ടിയുള്ള ഹിർസ് അത്യാഗ്രഹം ഓർക്ക് കൂടിയിട്ടുണ്ട്. വലം യതമക്കനോ മിനൽ ഇസ്തിത്ബായി, പക്ഷെ ആളെ കിട്ടണ്ട എങ്ങനെയാ? എല്ലാവരും ഓർ അംഗീകരിക്കൂലല്ലോ. വൈക്കാമത്തിൽ ജാഹി ഉണ്ടാക്കാനോ അതിനെന്താ മാർഗം? ഇല്ലാ ബി താസുബി, ആരെങ്കിലും ഭാഗത്ത് താസുബായി കളിയാണ്. ഇന്ന ആളാണ് എന്നാൽ അവർ അംഗീകരിക്കുന്ന ആളെല്ലാം ഇങ്ങോട്ട് കിട്ടും. നമ്മളെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്നാളാന്നിപ്പാ ഓരോ നമ്മൻ്റെ ആളാന്ന്. ഇവർക്ക് സ്വന്തം പോയ ആരും അംഗീകരിക്കൂല. അപ്പോൾ ഫഹസ്സനോ ദാലിക ഫീ സുദൂരിഹിം, അവരുടെ സദറുകളിൽ എന്തായെന്നറിയോ അത് മെച്ചമായി തോന്നിയിട്ട് ഇത് ഹബസൂ ദാലിക ഫീ സുദൂരിഹിം, അതോറെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. വലം യുനബ്ബിഹൂഹും അലാ മഖായിദി ശൈത്വാൻ, ശൈത്താൻ്റെ ചതിയെ പറ്റി ഒന്നും ഇവർ പറഞ്ഞു കൊടുത്തിട്ടില്ല. ബന്നാബു അനി ശൈത്താനി ഫീ തംബീദി മഖീദത്തിഹി, ശൈത്താൻ്റെ ചതി ഇവിടെ നടപ്പിൽ വരുത്താൻ പകരക്കാരനായി മാറിയിട്ടുണ്ട് ഇത് ഈ കൊമ്മട്ടിയും ചിരട്ടക്കരിയെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഫസ്തമറന്നാസു അലൈഹി, ജനങ്ങൾ അതിൻ്റെ മുള്ളെന്താക്കി നടന്നു. വനസോ മുഹിമ്മാത്തി ദീനിഹിം, ദീനിൻ്റെ കാര്യമായ വശങ്ങളൊക്കെ മറന്നിട്ടുണ്ട്. വഖദ് ഹലക്കൂ വാഹിലക്കൂ, ഇവർ സ്വന്തം ഹലാക്കായി മറ്റൊരാളെ ഹലാക്കുവാക്കി. വല്ലാഹു യതൂബു അലൈനാ വഅലൈഹിം എന്ന് ദ്വാരക്കന്നുണ്ട് പറന്ത ചിപ്പ്യ. ഖാലൽ ഹസനു റളിയല്ലാഹു അൻഹു പറയുന്നു, ബലഗന അന്ന ഇബ്ലീസ ഖാല സബ്ബൽതു ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മആസിയ. കണ്ടോ, ഈ ഉമ്മത്തിന് മഅസിയത്ത് കുറച്ച് നല്ലതായി തോന്നി. എന്താക്കിയോ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് എൻ്റെ കസമോ അർത്ഥം തന്നെ പൊട്ടിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് എൻ്റെ ലഹറ് പൊട്ടിച്ചളഞ്ഞു. അപ്പം പിന്നെന്താവും? ഇവൻ്റെ അടവ് നടന്നില്ല. ഫസവ്വൽതു ലഹും ദുനൂബൻ ലാ യസ്തഗ്ഫിറൂന അല്ലാഹ തആല മിൻഹ, ഇസ്തിഗ്ഫാർ ചെല്ലാത്ത കുറേ ദോഷങ്ങളുണ്ട്, അതുകൊണ്ട് നല്ലതായി തോന്നിപ്പിച്ചവൻ ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. അതാണ് ഇന്നത്തെ വിദ്യാർത്ഥി. ഓർ ചെയ്യുന്ന ഹക്കിൻ്റെ മുകളിലാണ്, മുസ്തഖീമായ പാതയിലാണ്. നമ്മൾ കിതാബുൽ സുന്നത്ത് ഇങ്ങനെ മൃഗ പിടിച്ച ആളാന്നെല്ലാം തോന്നിയിട്ട് എന്താകും? അതിന് ഇസ്തിഗ്ഫാർ വേണം. അല്ല, അപ്പം നല്ല കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്തിഗ്ഫാർ വേണം. ഫസവ്വലതു ലഹും ദുനൂബൻ ലാ യസ്തഗ്ഫിറൂന അല്ലാഹ തആല മിൻഹ അബഹിയല്ലാഹു, അതാണ് തടിഹവ എന്ന് പറഞ്ഞ അഹ്വാ. ഇന്നത്തെ 72 പാർട്ടിയുണ്ടല്ലോ. വഖദ് സദക്കൽ മൽഊൻ, മൽഊൻ പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ട്? ഇസ്തിഗ്ഫാർ ചെല്ലാത്ത ദോഷമല്ല ഇത്. എന്തുകൊണ്ട്? ഫഇന്നഹും ലാ യഅലമു അന്ന ദാലിക മിനൽ അസ്ബാബില്ലതി തജുറു ഇലൽ മഹാസി, മഹസ്യത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് എന്നിവർ അറിയുന്നില്ല. മഹസ്യത്തിലേക്ക് നയിക്കുന്ന കാര്യമാണെന്ന് അറിഞ്ഞപ്പോൾ നല്ല കാര്യം ചെയ്യുന്നതെന്ന് തോന്നിയാൽ യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ ഫകൈഫ യസ്തഗ്ഫിറൂന മിൻഹ. ഇനി ومن عظيم هيل الشيطان أن يشغل الإنسان عن نفسه بالاختلافات الواقعة بين الناس في المذاهب والخصومات. ശൈത്താൻ്റെ വലിയൊരു ചതി എന്താണെന്നറിയോ? മനുഷ്യനിക്ക് ഉത്തരവാദപ്പെട്ട കുറേ പണിയുണ്ട് നഫ്സിൽ. അതെല്ലാം മാറ്റിയിട്ട് എന്താക്കും? ആടെ യോഗത്തിൽ എന്ത് സംഭവിച്ചു, ഇവിടെ യോഗത്തിൽ സംഭവിച്ചു, ഇവരെന്ത് പറഞ്ഞു, എന്താ മറ്റൊരു മറുപടി പറഞ്ഞത്, നല്ല വാട്സപ്പ് വെച്ചിട്ട് ഇങ്ങനെ കേൾക്കുക തന്നെ. നേരമ്പോഴത്തേക്ക് എന്താണ് പണി കിട്ടിയിട്ടുണ്ട്. ഇന്നാളെന്താ പറഞ്ഞത്, അതിനെന്താ മറുപടി കിട്ടിയത്? ഇന്നലെ ഹസാൽമ എന്തൊരു കശ്മീരിൻ്റെ ആളെന്ന് ഒന്നും അറിയുന്നില്ല. അത് എനിക്ക് പറഞ്ഞാല് തമ്മില്ല ജാലി വല എതിറൂണ യുദ്ധത്തഹ എന്ന് പറഞ്ഞ പോലെ എൻ്റെ കാര്യം. ചിലപ്പോൾ ഇന്നത്തെ ദിവസം എന്താ വരെ ചോദിക്കേണ്ടി വരും. എന്നാലും ഖസാലിമാവി നേടുന്ന 1000 കൊല്ലം കഴിഞ്ഞില്ലേപ്പാ. കാല അബ്ദുല്ലാഹിബിന് ബൈനന്നാസി വിൽ മദാഹിബിൽ ഹുസുമാത്ത്, അവിടെ തല്ലുണ്ടായിന, കസയിലെടുത്ത് എറിഞ്ഞിന, മറ്റവരെന്താ പറഞ്ഞത്, ഇവനിക്കെന്താ മറുപടി കൊടുത്തത്, ഇതെല്ലാം അറിയൽ തന്നെ. എന്നിട്ട് അതിൻ്റെ പിന്നാലെ ഇവനിക്ക് ആവേശം കൊള്ളും. ഇന്നാളെ നമ്മളെ പുറക്കുന്നവരോ ടി വി വെച്ചിട്ട് ഒരു കുഴപ്പം കണ്ടത്, അന്ന് പിള്ളേരെല്ലാം കൂടെ ഇവനെ ഇടിച്ചിട്ടുന്നുണ്ട് കയ്യിലെടുത്തിട്ട്. എടാ ആരാൻ്റെ ടി വി എന്തിനാ പുടിച്ചക്കല്ലെന്ന് പിള്ളേർക്ക് ഇങ്ങനെ ആവേശം കൊള്ളുന്നു. ആ പിന്നെ കസയിലെടുത്ത് അടിക്കുമ്പോൾ കസയിലിടുന്നത് എടുക്കുന്ന പിള്ളേർക്ക് ആവേശം വന്നിട്ട്
ഖാല അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ജലസ ഖൗമുൻ യദ്കുറൂന അല്ലാഹ തആല, അല്ലാഹു തആലക്ക് ദിക്ർ ചൊല്ലാൻ വേണ്ടി ഒരു ഖൗം ഇരുന്ന് ഫതാഹുമു ശൈത്താൻ എന്താക്കി അവിടെ വന്നു. എന്തിനാ ലിയുഖീമഹും അൻ മജ്ലിസിഹിം വയുഫർരിഖ ബൈനഹും, അവർ ഒന്ന് പിരിച്ചുവിടണം, അവരെല്ലാം ഇവിടുന്ന് ഓടിക്കണം. ഫലം യസ്തതി, അതിനുണ്ടാ സാധിക്കുന്നു. ഫഅതാ റഫഖത്തൻ നുഖറ, വേറെ കൂട്ടർക്കത്ത് പോയി. യതഹദ്ദസൂന ബി ഹദീസ് ദുനിയ, ഓർ ദുനിയാവിൻ്റെ ഹദീസ് കൊണ്ട് സംസാരിക്കുമ്പോൾ ഫഫ്സദ അടിയും കുഴപ്പമില്ല. അവർ കുഴപ്പം കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. അപ്പൊ സംസ്കൃതല്ല, എന്തൊരു ബള. പണ്ടൊരു പള്ളി കുഴപ്പം നടക്കുന്ന പറയുമ്പോൾ ജുമാക്ക് പോകുമ്പോഴേ നമുക്ക് പള്ളി സ്ഥലമില്ല, അറപ്പിൽ പോയാൽ മതി. സാധാരണ ഒത്തുപോത് വന്നാക്കണ്ടറിയോ, 1 2 3 ഏത് മതഹബാക്കാന്ന് മെമ്പറും എന്നിട്ട് ആലോചിക്കില്ലായിരുന്നു ഞാൻ. എന്തോ ഒരു കുഴപ്പം നടക്കാനുണ്ടെന്ന് കണ്ടപ്പോൾ 9 നമുക്ക് പള്ളി തുറന്നു. എന്തിനാന്ന്? നാനാ ഭാഗത്തു നാളെ വന്ന് കുഴപ്പം കാണാൻ വേണ്ടിയിട്ട്, പള്ളി നടക്കുന്ന അടി കാണാൻ. പക്ഷെ പൂർണ്ണ നിരാശ. ഓർക്ക് അന്നത്തെ തബക്കീറായി പള്ളി പോകുന്നതിന് കൂലി കിട്ടുമോ? ഒന്നും കിട്ടൂല. ഓർ ജുമാക്കല്ലല്ലോ ഒന്നിന്. അതാ അവർ എന്താക്കി? യുദ്ധം ചെയ്യാൻ തുടങ്ങി, അടിയും കുഴപ്പവും. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശം, ഇവരെണീപ്പിക്കലാണ്, ദിക്റ് മുടക്കലാന്ന് ഓരോ ലക്ഷ്യം. അതാണ് വലൈസ യുരീദു വലൈസ ഇയ്യാഹും യുരീദ്, ഇവർ അടി തുടങ്ങിപ്പിക്കലല്ല ലക്ഷ്യം. എന്തിനു വേണ്ടിയിട്ടാ? ഫഖാമല്ലദീന യദ്കുറൂന അല്ലാഹ തആല, അപ്പോൾ ദിക്റിൽ നിന്ന കൂട്ടർ എണീച്ചിട്ട് ഫസ്തഗലൂ ബിഹിം യഫസ്സിലൂന ബിയഫ്സിലൂന, ഓരിടയിൽ മധ്യസ്ഥം പറയാനും തീർപ്പ് കൽപ്പിക്കാനൊക്കെയാണ് ഓർ പോയത്. ചുരുക്കത് ദിക്റ് മുടങ്ങി. ഇപ്പോൾ തഫറഖു അൻ മജ്ലിസി, ഇപ്പോൾ മജ്ലിസ് എണീക്കേണ്ടി വന്നില്ലേ. വദാലിക മുറാദു ശൈത്താനി മിന്നും, അപ്പോൾ അവൻ്റെ മുറാദ് ഹാസിലും ചെയ്തു. പക്ഷെ ആടെ തോക്കുമല്ലോ. ഇന്ന ഇബാദ ലൈസ ലക അലൈഹിം സുൽത്താൻ എന്ന് പറഞ്ഞില്ലേ. ഇല്ല ഇബാദക മിൻഹും മുഖലസീൻ ഇബ്നും പറഞ്ഞു. പക്ഷെ ശർമിക്കുന്ന ആര് എത്ര വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയെങ്കിലും കൊടുക്കാനുള്ള ശ്രമം നടന്നു എന്ന് പറഞ്ഞു. ആരെയും വിടൂല. വിടുണ്ടെങ്കിൽ ആരെ വിടണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടണം. പക്ഷെ ജിബ്രീൽ വന്നിട്ട് എന്താക്കാൻ പരിഹാരമാക്കി കൊടുക്കും. ഇനി പറയുന്നതാ, ഇൽമിന് ഒന്നും പാടൊന്നും ഇല്ലാത്ത ആൾ വളച്ചെത്തിയിട്ട് ഹക്കായിക്ക് പറഞ്ഞു കൊടുക്കുക. അത് ഇപ്പോഴത്തെ കള്ളത്തരീക്കത്ത് കാരണമായിരുന്നു. അത് കുശേരിയിലുള്ളത്. പക്ഷെ ശ്രമം നടത്തൽ വേറെ, അവർ അതിൽ പെട്ടുപോക്ക് വേറെ അല്ലേ. ഉപദേശമൊക്കെ താങ്കൾ തോന്നിട്ടില്ലേ? പിടിച്ച് അതല്ലേ ബിരിസവനെ ചതിപ്പാനായി ചെന്നാലേ. പക്ഷെ സംഗതി രക്ഷപ്പെട്ടു. വാഴ്ന്നു പറയുന്ന അവസരത്തിൽ ശൈത്താൻ വന്ന് പാമ്പായിട്ട് വന്നിട്ട് മൂപ്പര മടിയിരുന്നില്ല, പിടിച്ചടിച്ച് ഉരുട്ടിയിലാണ് ഒരൊറ്റേറാം. ഞാൻ പാമ്പൊന്നുമല്ല, ഞാൻ ശൈത്താനാണ്, ഇങ്ങനെ വാഴ്ന്നു കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇങ്ങനെ 70 ആളെ വാഴ്ന്നു കൊടുക്കിയിട്ടുണ്ട് ഞാൻ. അല്ല, ഹംലുൽ അവാമി അല്ലദീന ലം യുമാരിസുൽ ഇൽമ, ഇൽമുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവാമുന്നാസിനെ വളച്ചെത്തിയിട്ട് എന്താക്കുക? ഖദർ ഒരു ക്ലാസ്സാണ് തങ്ങളെ നോട്ടീസ് കണ്ടാന്ന്. ഖദർ അടുത്ത ദിവസം സിർദുൽ ഖദർ സംസാര വിഷയം. പിന്നെ സിർദുൽ ഖദർ ആരോടെ സംസാരിക്കുന്നു? ഇവർ കൊടുക്കാൻ പോലും ദൂരിയാ ചന്തയാക്കാൻ പോലും അറിയാത്ത കൂട്ടറെ വിളിച്ചെത്തിരി മുരിതന്മാർന്നും പറഞ്ഞിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ഓ അവിടെ പോയിട്ട് മാരിപ്പത്ത് കിട്ടിപ്പോയിപ്പാ. ഇപ്പോഴേക്കാൾ എന്താ കിട്ടീനി? മാരിപ്പത്തല്ലേ സംസാരിച്ചോറ്. അത് ആ കൂട്ടറെ പറ്റിക്കാന്. ലം യുമാരിസുൽ ഇൽമ വലം യതബഹറു ഫീഹി, അതിലാണെങ്കിലോ ഒരു ഇല്ല. അവരെ പ്രേരിപ്പിക്കുക അല തഫക്കുരി, എന്തിൻ്റെ? ഹംലിൻ്റെ ബാക്കി അള്ളാഹിൻ്റെ ദാത്തിലും സിഫാത്തിലും ചിന്തിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹിൻ്റെ ദാത്തിൽ ചിന്തിച്ച് എന്താ കിട്ടുക? വലിയ ടാപ്പ് വെച്ച് അളക്കാൻ കഴിയും, ക്ലാസ് വെച്ച് തൂക്കാൻ കഴിയുന്നില്ല പഠിപ്പിച്ചു കൊടുത്തു. എൻ്റെ ഫോണും ഇവിടക്കായാലും എന്നെ കൊണ്ടാകും. ഞാൻ പിന്നെ കിട്ടിയ വെച്ചൊക്കെ വിറ്റത്. അത് ശരിയാവില്ലെന്ന് പറഞ്ഞു. ആ അള്ളാഹ്ക്ക് ഹദ്ദുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ത് പറഞ്ഞു? അന്ന് ഉമ്മറാജി ഉണ്ടല്ല, ഉമ്മറാജി ഉണ്ടേനി. ഞാൻ കൽമൂടി ചെയ്തോ ഇല്ലേ? നിങ്ങൾ പലക്കന്നുണ്ടേ.
ഞാൻ പറഞ്ഞ ഹദ് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിലോ തൂക്കത്തിലോ ഒരു മിക്ദാറിലോ വലിപ്പത്തിലോ പരിമിതപ്പെടുത്തലാണ് ഹദ് എന്ന് പറഞ്ഞാൽ. ഈ ടേബിളിന് ഹദ്ദുണ്ടോ നിങ്ങളെ? ഉണ്ട്. ഇവിടെ നിന്ന് ഇവിടം വരെ 1 മീറ്റർ നീളം, ഇവിടെ നിന്ന് ഇവിടം വരെ 60 സെൻറ്റിമീറ്റർ വീതി, ഇത്ര കട്ടി, ഇത്ര തൂക്കം, ഇതാണ് ഹദ് അല്ലേ? ദൈവങ്ങളെ പറഞ്ഞെടുത്തു ഏതെങ്കിലും കയ്യിലോ വസനിലോ എന്തെങ്കിലും ഒന്ന് ഒതുക്കി പറയലില്ല. ഇപ്പൊ ഈ ഹദ് എന്ന് പറഞ്ഞ സാധനം അള്ളാഹ്ക്ക് ഹദ്ദുണ്ടെന്ന് പറഞ്ഞു. ഇനി മന്തിക്ക് അള്ളാഹ് നമ്മളെ ചിന്തയിൽ ഒതുക്കാൻ കഴിയൂന്ന് പറയല്. അള്ളാഹുവിന്റെ പടപ്പുകളെ കൂട്ടത്തില് കൊല്ലങ്ങളോളം അള്ളാഹ്ക്ക് തൻസീഹ് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ അലൈക. അതിൽ മുല്ലാഹസൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നില്ലേ സുബ്ഹാനഹു വഅദമ ശഅനഹു ലാ യുഹദ്ദു വലാ യതസബ്ബർ എന്നല്ലേ തുടങ്ങുന്നത് തന്നെ. അത് മന്തിക്കായ ഹദ് പറഞ്ഞാൽ തന്നെ ജിൻസും ഫസലും കൂട്ടിയിട്ട് ഹദ് താമ പറഞ്ഞാൽ തിരക്കുള്ള, നാക്കിസ് പറഞ്ഞാൽ തിരക്കുള്ള, റസ്മ പറഞ്ഞാൽ തിരക്കുള്ള, റസ്മ നാക്കിസ് പറഞ്ഞാൽ തിരക്കുള്ള. അതൊന്നും അള്ളാഹ് ഒതുക്കാൻ കഴിയില്ലല്ലോ. അശുദ്ധിയായി അങ്ങനത്തെ ബുക്കും വായിച്ച് ഗ്ലാസും പറ്റി തെയ്ഹാന്ന് തെയ്ക്കത്താന്ന് മാരിപ്പത്തായി പറയുന്നല്ലോ പറയുന്നു. ഫോണിൽ കൂടി പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം പിടിച്ച്. പിന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാം ഉണ്ടാക്കാത്ത മൂപ്പർ എല്ലാം പയറ്റി തേഞ്ഞ ആളല്ലേ പിന്നെ. അപ്പൊ അള്ളാഹുവിന്റെ ദാത്തിലും അവന്റെ സിഫാത്തിലും തഫക്കർ ചെയ്യാൻ പ്രേരിപ്പിക്കുക. വഫി ഉമൂരില്ല യബ്ലുഗുഹാ ഹദ്ദു ഉഖൂലിഹിം, അവർ അഖിലിന്റെ പരിധി എത്താത്ത അതിന്റെ അപ്പുറമായിരിക്കും അവരോട് ചിന്തിക്കാൻ പറഞ്ഞു കൊടുക്കുന്നു. നാളെ ഏതോ സ്ഥാപനത്തിൽ കുട്ടികൾ സ്വയം ചർച്ച ചെയ്തു ഒരു ക്ലാസ്, എന്താണ് അള്ളാഹുവിന്റെ ഖളാവും ഖദറും. അപ്പൊ എന്നോട് യഹ്യ പറഞ്ഞ് ഇങ്ങനെ ഒന്നുണ്ട്. ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ എന്താണെന്നാ പറയുന്നത്, ഖളാവും ഖദറും എന്താണെന്നാ അറിയണ്ടേ? അള്ളാഹിനെക്കുള്ള ഇലാഫത്ത് ചെയ്ത ഖളാവും ഖദറും ഇല്ലേ? അള്ളാഹിന്റെ ദാത്താണോ സിഫാത്താണോ അഫ്ആലാണോ എന്താണ് അള്ളാഹിന്റെ ഖളാവും ഖദർ എന്ന് പറഞ്ഞ്? അതൊന്നും അറിയില്ല. പിള്ളേർ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിള്ളേർ വേണ്ടാത്ത ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു ചെവി തീർക്കണ്ടേ? നിങ്ങളെ ചർച്ച എല്ലാം നമ്മളെ കുട്ടികൾ അങ്ങ് മാരിപ്പത്തിലേക്ക് എത്തി നാം ചിന്തിക്കുന്നു. അതുകൊണ്ട് പരിഭാഷ ആദ്യം പറയോ ഇതെന്താന്ന് ഇരുമ്പിന്റെ അപ്പാന്ന്, നിങ്ങളുടെ പല്ലെല്ലാം മെഴുകിന്റെ പല്ലാന്ന് കണ്ട് മെഴുകിന്റെ പല്ല് കൊണ്ട് ഇരുമ്പിന്റെ അപ്പം തിന്നാൻ വിചാരിക്കണ്ടാന്ന് എൻ്റെ അമ്മത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കൊല്ലം പരിഭാഷന്റെ തങ്ങാണ്ടാ അതെ. അതാ എന്നിട്ടോ ഹത്താ യുഷക്കിക്കഹും ഫി അസ്ലിദ്ദീൻ, നോക്കുമ്പോൾ ദീനിന്റെ അസലിൽ തന്നെ സംശയം ജനിക്കാൻ തുടങ്ങി. ആ യുഹയ്യല ഇലൈഹിം ഫില്ലാഹി തആല ഖയാലാത്തിൻ, അള്ളാഹിന്റെ കാര്യത്തിൽ എന്തെല്ലോ ഖയാലാത്ത് വെച്ച് പുലർത്തുക. യതആലല്ലാഹു അൻഹാ, ഈ വെച്ച് പുലർത്തിയ ഖയാലാത്തിനെ തൊട്ട് അല്ലാഹു തആല പരിശുദ്ധനാണ്. സുബ്ഹാനഹു ഹുവ വാഹിദുൻ ഫർദുൻ വിത്ർ മുനസ്സഹുൻ അമ്മാ അലാ ബാലിൻ ഖതർ അന്നൈന കൈഫ മതാ തനസ്സഹ ദുൽ ഖദർ വഇലാ മതാ വഅലാ മതാ ലഹുൽ ഫിക്ർ. അല്ലേടാ പറഞ്ഞ ഭാഷ ദൂരല്ലേ അതുകൊണ്ട് കിതാബാണ്. എന്നിട്ടോ യസീറു ബിഹ, ഒന്നിക്കൽ ഇവൻ ആകും കാഫിറാകും അബു മുത്തദിയൻ, രണ്ടാലൊന്നാ കണ്ടുക്കൂല. അങ്ങനെയാ? അതെ, യസീറു ബിഹ എന്ന് പറഞ്ഞാല് അന്റെ സാഹചര്യത്തിന് ഫൈനൽ കിട്ടൂ. യസീറു ബിഹ കാഫിറൻ, അപ്പൊ ആ കേട്ടുപോയ മനുഷ്യരിന്ന് അവിടെ ഫായില് ഇവിടെ വന്നില്ലല്ലോ. ഇല്ല, ഇതിൽ ഇവിടെ ഇല്ല. സാഹചര്യം മനസ്സിലാക്കാം.
വഹുവബിഹി ഫരിഹും മസ്റൂർ, ഇവനാണെങ്കിലോ വല്ലാത്ത സന്തോഷം. എന്താ മുബത്തഹിജു ബിമാ വഖാഫീസ്, കിട്ടിപ്പോയി എന്നാ പറയുന്നു. അരിപത്ത് കേട്ടാ. യലുന്നു അന്നദാലിക വൽ മഅരിഫത്തു വൽ ബസീറ, ഇതാണ് മഅരിഫത്ത് എന്ന് പറഞ്ഞാലും ബസീറത്ത് എന്ന് പറഞ്ഞാലോ എന്ന് മൂപ്പര് മനസ്സിലാക്കി. അപ്പൊ മറ്റുണ്ടാക്ക് കിട്ടാത്ത കിട്ടിയില്ലേ. അപ്പൊ ഇവന്റെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ടും അക്കിലിന്റെ കാഠിന്യം കൊണ്ടെല്ലാം മുങ്കശിഫായി തിരിഞ്ഞുപോയി എന്നാണ് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹിനെ പറ്റി തൻസീഹില്ലാത്ത കാര്യം അവിടെ വെച്ച് പുലർത്തിയിട്ട്. ഇനി വരട്ടെ, ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഹമാക്കത്തേറിയ ആളാരെന്നറിയോ? അഖ്വാഹും ഏറ്റിക്കാദം ഫി അഖിലി നഫ്സിഹി, സ്വന്തം അഖിലിന്റെ വിഷയത്തിൽ വല്ലാത്ത ഏറ്റിക്കാത. എൻ്റെ സ്വന്തം അഖിൽ എല്ലാം കണ്ടുപിടിക്കാൻ കഴിയും. മുജ്തഹിദീങ്ങളെ ഇമാമിയങ്ങളെയും മറികടക്കാൻ കഴിയുന്ന അഖിലാണ്. ഓർക്ക് തിരിയാത്തെല്ലാം തിരിഞ്ഞ്, ഓർക്ക് ലൈഫും സഹിയെല്ലാം തിരിഞ്ഞിട്ടില്ലല്ലോ, ഇപ്പം തിരിഞ്ഞു പോലും. അപ്പം അഖിലിനെ പറ്റി വലിയ മതിപ്പാണ്. ഇവനാണ് ഏറ്റവും വലിയ ഹംക്ക് എന്ന് ഉപ്പർ പറഞ്ഞു. എന്താ വാസുബത്തുന്നാസി അഖലൻ, അഖലിനാൽ ഏറ്റവും സുബൂത്തുള്ള ആളാരെന്നറിയോ? അശദ്ദും ഇത്തിഹാമല്ലി നഫ്സ്, നഫ്സിനെ പറ്റി എപ്പോൾ തെറ്റിച്ചാണ്. ഞാൻ ആരും ആയിട്ടില്ല. ഷാഫി ഇമാമിൻ്റെ അടുക്കൽ ചെരുപ്പ് വെച്ചേക്കിലൊക്കെ ആയിട്ടില്ല, പ്രതിഷേധങ്ങളുടെ പദവിയിലും എത്തിയിട്ടില്ല. എപ്പോൾ എന്ത് ചെയ്താലും നഫ്സിനെ, അതല്ലേ ഹിക്കമിൽ പറഞ്ഞില്ലേന്ന്, എല്ലാ മയസയത്തിൻ്റെയും എല്ലാ ദലാലത്തിൻ്റെ തുടക്കിയത് അരിദാനിൻ നഫ്സി. അങ്ങനെയൊക്കെ മതിയേ. ഉലമാക്കന്മാരുടെ വക്കൽ നിന്ന് ധാരാളം ചോദിച്ചു പഠിക്കുന്നവരാണ് ഏത് ഏറ്റവും ബുദ്ധിമാന്മാർ. അത് അശ്വത്തുവിന്റെ ബാക്കി. قالت عائشة رضي الله عنها قال رسول الله صلى الله عليه وسلم إن الشيطان يأتي أحدكم, ശൈത്താനി ഒരാളുടെ അടുക്കിലേക്ക് വരും. ഫയഖൂൽ മൻ ഖലഖക, നിന്റെ പടച്ചവനാരോടോ? ഫയഖൂൽ അല്ലാഹു തബാറക വതആല എന്ന് മറുപടി. ഫയഖൂൽ ഫമൻ ഖലഖല്ലാഹ, അല്ലാഹനെ പടച്ചവനാരി അല്ലേ? അങ്ങനെ ചോദ്യം ചോദിക്കും. അപ്പോൾ ഫൈദ വജദ അഹദുക്കും ദാലിക, അങ്ങനെയുള്ള ഒന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫൽയഖുൽ ആമന്തു ബില്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞ് മതിയായിക്കൊള്ളണം. ഫൈന്ന ദാലിക യദ്ഹബു അൻഹു, ആ ചോദ്യം ഇഷ്കാലാക്കലി ഇങ്ങോട്ട് മാറും. റവാഹു അഹ്മദു. അപ്പോൾ നോക്ക്, ഫന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ പരിഹാര മാർഗ്ഗം പഠിച്ചിട്ട്, അതിനപ്പുറം ചിന്തിക്കാൻ പറഞ്ഞില്ല. ഈ വസ്വാസിന്റെ ചികിത്സ വേറെ പരതാൻ പറഞ്ഞിട്ടില്ല. ആമന്തു ബില്ലാഹി പറഞ്ഞിട്ട് മതിയേക്കുള്ള. അതുകൊണ്ട് അവാമുന്നാസി ദൂനൽ ഉലമാ, ഇത് അവാമുന്നാസിനുണ്ടാകുന്ന വസ്വാസാണ്, ഉലമായിനില്ല. വൈന്നമാ ഹക്കുൽ അവാമി, അപ്പോൾ അവാമിൻ്റെ ഹക്ക് എന്താന്ന്, നിങ്ങൾ വേറെ ചികിത്സ വരുത്തിയിട്ട് പോകാൻ പാടില്ല. അയ്യുമിനു വൈസല്ലിമു, ആമന്തു ബില്ലാഹി പറഞ്ഞിട്ട് മതിയായിക്കൊള്ളണം. അവർക്ക് ഇൽമില്ലല്ലോ. അവിടെയല്ല പിന്നെ സൂറിയും കുബറിയും കഥയെല്ലാം കൂട്ടിയിട്ട് കിതമ് തെളിയിക്കേണ്ട, അത് ഇവർക്കറിയില്ലല്ലോ. വയസ്തഗലൂബി ഇബാദത്തിഹിം, ഓറെ ഇബാദത്ത് കൊണ്ട് സുലൈഖോ മഹായിഷ എടുക്കേണ്ട പണി കൊടുത്തോ, നീക്കാൻ പോക്കുണ്ടല്ലോ പണിയെടുക്കാൻ. വയത്റുക്കുൽ ഇൽമലിൽ ഉലമാ, ഇൽമിനെ ഉലമാക്കന്മാർക്ക് വിട്ടുകൊടുക്കും, നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതല്ല. ഫൽ ആമിയോ, ഒരാമിയായ മനുഷ്യൻ ലൗ സനാ വസറക്ക, വ്യഭിചരിച്ചു കട്ടു എന്ന കാന ഖൈറല്ലഹു, അതാണ് അവനിക്ക് നല്ലത്. മെന്നഞ്ഞത്തക്കല്ലമ ഫിൽ ഇൽമി, അവനിക്ക് ആവശ്യമില്ലാത്ത ഇൽമി സംസാരിക്കാൻ പാടില്ല. അതിൻ്റെ അർത്ഥം കക്കാൻ പോണമെന്നെല്ലാം മൂപ്പർ പറയുന്നു. അങ്ങനെ ഇതപ്പുറം വായിക്കണ്ട. അതിൻ്റെ ഗൗരവം തൂക്കി നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാകുക. അതുകൊണ്ട് ഫൈന്നഹു മൻ തകല്ലമ ഫില്ലാഹി വഫീ ദീനിഹി മിൻ ഗൈരി ഇത്ഖാനിൽ ഇൽമി, ഇൽമി ഇത്ഖാനാക്കാതെ കണ്ട് ദീനിലോ അള്ളാഹിൻ്റെ വിഷയത്തിലോ സംസാരിച്ചാൽ വഖാഫിൽ കുഫർ, കുഫറിലാ വിടുക, കട്ട കുഫറാവില്ല. മിൻ ഹൈസുലായതിരി, മൂപ്പർ അറിഞ്ഞിട്ടുമില്ല. അതേപോലെ കമൻ യർക്കബുൽ ഉജ്ജത്തൽ ബഹരി ബഹുവലാരിഫ് സിഹബാഹ, നീന്താൻ അറിയാത്ത ആൾ ബഹറിൽ നല്ല മോതിലേക്ക് തുള്ളിയാൽ എന്താ ഉണ്ടായി, അടുത്ത തിരമാലയെ പിടിച്ച് കയറ്റിച്ചെറിയൂലേ. വമഖായിദു ശൈത്വാനി ഫീമാ യതഅല്ലഖു ബിൽ അഖായിദി വൽ മദാഹിബി, അഖീദയിലും മദ്ഹബിലും ബന്ധപ്പെട്ട് ശൈത്താൻ്റെ ചതി ലാ ഹസ്റ ലഹ, അത് പറഞ്ഞാൽ തീരൂല. വൈന്നമാ ഔറദിന ബിമാ ഔറദിനാഹുൽ മിസാൽ, ഈ പറഞ്ഞതോട് മിസാൽ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഒമിൻ അബുവാബിഹി, എന്നെ ശൈത്താൻ്റെ മറ്റൊന്നാണ് 19 സൂഉൽ ബിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഇപ്പോൾ സൂഉൽ,
ഓ വഹാബിയ, അവനെ കാണുന്നുണ്ടല്ലോ ഒരു വഹാബിനെ പോലെ, ഓരോ കുപ്പായം കണ്ടിട്ടല്ലോ, അത് തവലീൻ്റെ കുപ്പായം പോലെ. ഇവനെ വഹാബിയനി എന്താ തിരിഞ്ഞിട്ടായി പറയുന്നത്? ഞാനും അനുഭവം പറഞ്ഞുതരാം. അങ്ങനെ നേരം കൂടുമ്പോൾ റബീലെ പോലെ 12-ന് കക്കടിപ്പുറത്ത് ആണ്ടും കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുന്നു കുറ്റിപ്പുറം ബസ്സിനകത്ത്. അപ്പോൾ തിരൂരിൻ്റെ അടുത്ത് ഹൈദുറസ് ഉട്ടിയാജി എന്ന് പറഞ്ഞ മൂപ്പറ് ചങ്ങായിട്ട്, മൂപ്പറ് പറഞ്ഞ് തിരിച്ചു ഇവിടെ വരാം, നമുക്ക് മോലൂദ് ഓതിയിട്ട് രാവിലെ പോവാം. അങ്ങനെ ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ അന്ന് ഞാൻ ഇങ്ങനത്തെ കുപ്പായല്ലോ പറയും, സാധാരണ ബിരിവെല്ലോട് പോലത്തെ ക്യാമറ ഇങ്ങനെ കോട്ടം ചൊല്ലിയിട്ടുണ്ട്. അപ്പം ബസ്സിൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ കയറാൻ പോകുന്ന ബസ്സിൻ്റെ ഉള്ളിൽ 2 മുസ്ലിക്കന്മാർ എന്നിങ്ങനെ നോക്കിയിട്ട് ഒരു ഇസ്തിഹിദായിനെ കണ്ണോട് നോക്കി. ജനിച്ചിട്ട് ഭൂമി ലോകത്ത് മുതൽ ആദ്യമായി കാണുന്നുണ്ട് മോനിഷത്തിരിക്കത്ത് വരെ. ഞാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്, കേൾക്കാത്ത മാതിരിയാക്കി. അന്നേരം പറ്റും നിക്കിരി കണ്ട പോലും ചെല്ലി നടന്നാൽ മതി പോലും. എന്നാൽ ഇവർ നിക്കിരിച്ചാ തനിക്ക് 200 കിലോമീറ്റർ ഓടാനുള്ളതുകൊണ്ട് എനിക്ക് ജമ്മാക്കാം. ഇവർക്ക് അധികാരമുണ്ടാ നിക്കിരിക്കാത്ത അതിൽ എന്താക്കി ഞാൻ ഏതായാലും പകരം വീട്ടാൻ വേണ്ടിയിട്ട് ചീഞ്ഞി. ഞാൻ എനിക്ക് ബസ്സിൻ്റെ സീറ്റ് കിട്ടി. അപ്പോൾ ബേക്കിലാണ് ചോദിച്ചു, ആ 2 മുസ്ലിക്കന്മാരാരാ? ഇന്ന സ്ഥലത്ത് മത്സ്യം പഠിപ്പിക്കുന്ന 2 പിന്നെ ഓൻ്റെ പേരെന്താണ്? എൻ്റെ പേര്. ഇവൻ്റെ പേരെന്താന്നത് എല്ലാം ചോദിച്ചിട വെച്ചേ കറാമത്തുന്നല്ലേ. ഞാൻ എന്തായാലും അടുത്ത സീറ്റ് കിട്ടിയപ്പോൾ അടുത്തിടക്ക് കയറിയിരുന്നപ്പോൾ സലാഞ്ജലിന് മുടക്കിയില്ല. നിങ്ങളുടെ മുസ്ലിയാരെ? ഞാൻ നൂരിഷാ തരീഖത്തുകാരൻ അല്ല. നിങ്ങളെന്താ ചോദ്യത്തിനല്ലേ മറുപടി? അതെ, ഞാൻ നൂരിഷാ തരീഖത്തുകാരൻ അല്ല. ഇങ്ങനെ ഒട്ടി. എടാ, ഒരാളെ വിലയിരുത്തേണ്ടത് നീക്ക് എന്നെ പറ്റി ജനിച്ചിട്ട് ഭരിച്ചിട്ടുണ്ട് ഉടൻ വരെ ഈ കാലത്തിൻ്റെ അടുക്ക് എങ്ങനെ വിധി എഴുതിയത്? അങ്ങനെ വിധിയേറ്റുകയാണെങ്കിൽ നിന്നെ എന്താക്കണോ, ഇന്ന രാമനോ കോമനോ വിളിക്കേണ്ടി വരും. എന്തുകൊണ്ട്? നിന്റെ കോലം കണ്ടാൽ. പക്ഷേ ഞാൻ വിലയിരുത്തുന്നത് നിന്റെ പേര് ഇന്നാകുന്നു, മറ്റോണ്ട് നിന്റെ പേര് ഇന്നതാകും. ഇന്നാലെന്ന മറസി പഠിപ്പിക്കുക ഇത്തരം തരത്തിൽ കുട്ടികൾ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് ഞാൻ നിന്നെ കണ്ടത്. ഇത്ര വലിയ കഥാപാത്രത്തിലാണ് എന്താ അല്ല പാഠം പഠിപ്പിക്കണമല്ലോ. പിന്നെ പറഞ്ഞാലും കൂടെ പിന്നെ നിങ്ങളെവിടെയാ? ഞാൻ ജാമിയ നൂരിലെ മുദരിസാണ്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാന സ്ഥാപനമായ ജാമിയ നൂരിലെ മുദരിസാ. ഞാൻ തന്നെ ഉന്നിശാക്കാക്കിയത് ആക്കാൻ അധികാരം എന്താണ്? നല്ലോണം കാച്ചി വെച്ചപ്പോൾ ഇറങ്ങാനാകുമ്പോൾ പറയാം, നിങ്ങൾ സീറ്റെത്തിയില്ല, നിങ്ങൾ ഇറങ്ങിക്കൊന്നു. നിങ്ങൾ ഇറങ്ങോട്ട് ഷോപ്പെത്തിയില്ലേ, നിങ്ങൾ ഇറങ്ങിക്കൊന്നു. അവിടെ എനിക്ക് അങ്ങോട്ട് പോകണം, ബർബനാലിലേക്ക് പോകണം. ഇതാണ് സൂൽ തന്നെ. കുപ്പായം നോക്കിയിട്ട് വേഷം നോക്കിയിട്ട് അതാക്കിയിട്ട് ഇതാക്കിയിട്ട് എന്താക്കുക, ഉടനെ വിധി എഴുതുക. ചിലപ്പോൾ നന്ന മൂത്രിക്കാൻ പറ്റിയാൽ എന്താക്കും, സലാം പൊട്ടിയ പാട് ബാത്റൂമിലേക്ക് പോകും. പണ്ടല്ലോ നിക്കിച്ച് തസ്ബീഹും ചെല്ലതും ആയാലും കയറാന്ന്. ഇപ്പം എണീച്ച് പായുന്നുണ്ട്. ഇതാ ഇവൻ മൂത്രിക്കാൻ വേണ്ടിയിട്ടാ പോകുന്നു. അല്ലെ ബസ്സിൽ സീറ്റ് പിടിച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലെ പുറത്ത് കുട്ടികളെ നിർത്തിയിട്ടുണ്ടാവും. ഉടനെ വിധി എഴുതി മുജാഹിദ് വേറെ കണ്ടുപോകുന്ന ആളല്ലേ. ചിലപ്പോൾ തിരക്കിട്ട് നമുക്ക് എവിടെയോ പോകണം, മൗലൂദിൻ്റെ സദസ്സ് ചെയ്യുന്നിട്ടില്ല. ഇത്ര എല്ലാം മൗലൂദ് എന്ന് പറഞ്ഞ ആൾക്ക് ജീവനാണ്. ഇപ്പം മതം മാറിയോണ്ട് എന്തായി, ഇപ്പം മൗലൂദിലൊന്നും ഇരിക്കലില്ല. അല്ല ഇബ്രാഹിം ഹാജി പറഞ്ഞ മാതിരി നൂറിൽ മജ്‌ലിസ് നൂറില്ലാത്തതുകൊണ്ടായിരിക്കും ഇരിക്കാത്തത്. സൂഉൽ ദന്നി ബിൽ മുസ്ലിമീൻ. قال الله تعالى يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم. കണ്ടോ, ധാരാളം ദന്നുകൾ ഒഴിവാക്കാനുണ്ട്. എന്തുകൊണ്ട്? ബഅ്ദുൽ ദന്നി കുറ്റകരമായി മാറുന്നു. ഫമൻ യഹ്കും ബിശർരിൻ അലാ ഗൈരി ബിദ്ദന്നി. മറ്റൊരാളുടെ വിഷയത്തിൽ ഇവൻ്റെ ദന്ന് ഉപയോഗിച്ചുകൊണ്ട് എന്താക്കി, ഷർറ് കൊണ്ട് വിധിച്ച്. മറ്റേ മുജാഹിദാന്നോ അവൻ കാഫറാന്നോ അവൻ അങ്ങനെയാന്നോ അവൻ ഇങ്ങനെയാണ്. എന്നാൽ ബഅസഹു ശൈത്വാനു, ശൈത്താൻ എന്താക്കട കയറി വരും. ഇതൊന്നും പറഞ്ഞാൽ പോരാ, നീ ഓനെപ്പറ്റി കുറേ ഗീബത്ത് പറയാടാ, നീ മറ്റുള്ള ആൾക്കാരെ അറിയിച്ചു കൊടുക്കുക, ഇന്നാൾ മുജാഹിദായിട്ടുണ്ട്, ആളെ കൊടുക്കും.
നബഅസഹു ശൈത്വാനു അലാ യുതബ്ബില ഫീഹി ലിസാന, അവൻ മനസ്സിലാക്കി വെച്ച വ്യക്തി ഉണ്ടല്ലോ, അയാൾക്ക് ഒരു നാവ് നീട്ടണം, ഈവത്ത് പറയുക, ഫയഹലിക്ക, എന്നാലും ഇവന് ഹലാക്കാവും. അല്ലെങ്കിൽ ആ യുക്കസ്സിറ ഫിൽ ഖിയാമി ബിഹുഖൂഖി, അല്ലെങ്കിൽ ഓനിക്ക് കൊടുക്കേണ്ടുന്ന ഹക്കിൽ തക്സീർ വരുത്തും, കാണാൻ സ്ഥലം ചെല്ലുകയും മടക്കുകയും ചെയ്യൂല. ആ യത്തമാന ഫി ഇക്റാമിഹി, അല്ലെങ്കിൽ ആ ധാരണ കൊണ്ടെന്താക്കുക ഇക്റാമിൽ കുറവ് വരുത്തും. ആവു എന്നുറയിലെയും ബിഅൈനിൽ ഇഹ്തിഖാരി, അല്ലെങ്കിൽ പരിഹാസത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കും. എന്നിട്ടോ വയറ നഫ്സഹു ഖൈറൻ മിൻഹു, എൻ്റെ നഫ്സാണ് ഏറ്റവും ഖൈറ്. വകുല്ലു ദാലിക മിനൽ മുഹ്ലിക്കാത്ത്, ഇതെല്ലാം മനുഷ്യനെ ഹലാക്കിലേക്ക് എത്തിച്ചു. അതാണ് വലി അജലി ദാലിക മനഅ ശർഉ മിന തഅർറുദി ലിത്തുഹം, തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്ഥലത്ത് നിങ്ങൾ പ്രത്യക്ഷപ്പെടരുത്. എന്താക്കി തങ്ങം പറഞ്ഞില്ലേ, നമുക്ക് കള്ളച്ചാപ്പിലേക്ക് നോട്ട് മാറാനായിരിക്കും പോയിട്ടുണ്ടാവില്ലേ, പോണ്ട. തങ്ങളുടെ സ്ഥലത്ത് പ്രസംഗിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞേ, നമുക്കെന്താക്കാം 500 രൂപയ്ക്ക് ചില്ലറ കിട്ടണം, കള്ളച്ചാപ്പിൽ പോയിട്ട് ചില്ലറ വാങ്ങാൻ നേർക്ക് നേരം പറഞ്ഞാൽ ഹറാമൊന്നും പറയാനുണ്ടാവില്ല. പക്ഷെ എന്തുണ്ടാവും, വന്താണ് കള്ളച്ചാപ്പിൽ കയറുന്നു, അത് യോജിപ്പല്ല. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖൂ മവാദിഅ തുഹം, തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്ഥലത്ത് നിങ്ങൾ പോകാൻ പാടില്ല എന്ന്. ഇന്നാളെ നമ്മമാരുടെ 2 മുലക്ക് ഒരാളും എൻ്റെ കൂടെ കൂടിയിട്ട് എന്താക്കി തരുമോ, സിദ്ദീഖ് വള്ളിനാടെ മാട്ടൂർ ബസ്സിന് കഴിഞ്ഞ് ഒരു പെണ്ണുങ്ങൾ നമ്മളിനാക്കണം മുന്നിൽ കയറി. നമുക്കെന്താ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണടിച്ചിട്ടൊന്നുമില്ല, ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പെണ്ണുങ്ങൾ പായാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പം വേണ്ട, നമുക്കിവിടെ എടുത്ത് നിൽക്കാം. എന്താണ് അതാടാ 2 മുലക്കന്മാർ ഒരു പെണ്ണിനെ പിടിക്കാൻ വേണ്ടി പായിക്കുന്നോ. അന്നേരം പറച്ചിലായി, ഫോട്ടോ എടുക്കും. ഒരു പെണ്ണുങ്ങളെ പിടിക്കാൻ വായിക്കുന്നു, എല്ലാം ബസ്സിൽ നിന്ന് പുറത്തു നിന്ന് പുറത്തേക്ക് പോയിരുന്നു. നമ്മ മറികടക്കാതിരിക്കാൻ പെണ്ണ് മിന്നൽ നോടെയുന്നു. എന്തൊരു അലക്കോസിപ്പത്തായിപ്പോൾ ഉള്ളത്. പഴയകാലത്തൊന്ന് ഒരു ചങ്കെങ്ങനെ ഉണ്ടാവും, ലേശം മാറി വെക്കല്. ഞാൻ നമ്മളെ പങ്ങളെ കുടലിൽ പോയി നോക്കുമ്പോൾ ഒരു പെണ്ണും കണ്ട് ഇങ്ങനെ നിൽക്കും. ഞാനവിടെ നടി ചപ്പുറം പോയി, വേറൊരു പെണ്ണും കാണാൻ വന്നു. ഞാൻ വന്നിട്ട് കിഞ്ഞെടുക്കും. എന്തൊരു മുസീബത്തായിപ്പം കുടിയെന്നറിയോ. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കുകയും വേണ്ടെന്നാ പറയുന്നത്. സംഗതി ഞാൻ തങ്ങൾ പോലും അങ്ങനെ സൂക്ഷ്മത കാട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് മുത്തൊരു നിർബന്ധം, അല്ലാണ്ട് മുത്താൻ കഴിയാത്ത കാലത്ത് ഭാഗത്ത് കൊടുത്തിട്ട് അതെല്ലാം മുത്തണെങ്കിലേ പെണ്ണുങ്ങൾ എന്താക്കണല്ല. അതെ അതെ, മുത്താന്റെ കയ്യിൽ അവിടെ ഇന്ന ഒന്നും അറിയാമല്ല, അങ്ങനെ മുത്തുക. റുവിയാൻ അലി ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആരാണ് അലി സൈനുൽ ആബിദീൻ എന്നത്, വലിയൊരു മഹാൻ. മഹത്വം പറഞ്ഞാൽ തീരൂല. തങ്ങളെ വലിയപ്പാപ്പയെന്ന്, നിങ്ങളെയും വലിയപ്പാപ്പയെന്ന്. ഒരു കിതാബിൽ വായിച്ചിട്ട് പഠിച്ചോണ്ട് ഇങ്ങനത്തെ ഒരു ആൾ അല്ലാഹു തആല പഠിച്ചിട്ടുണ്ടല്ലോ തോന്നിപ്പോയി. ഓരോ ചരിത്രം മാത്രം പറയുന്നൊരു കിതാബ്. അതാരാണ് ഹുസൈൻ അലി ബിൻ തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ തങ്ങളെ മോന്. അന്ന സഫിയ്യത ബിൻത ഹുയയ്യിൻ, ആരാണ് തങ്ങളെ ഭാര്യ, അഖ്ബറത്തുഹു, ഓരോട് പറഞ്ഞു കൊടുത്തു ബീബിന്റെ ഒരു അനുഭവം. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന മുഅ്തഖഫൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഇത്തികാഫിരിക്കുകയായിരുന്നു. ഖാലത്ത്, ബീബി പറയുന്നു, ഫാതൈതു, ഞാൻ അതാ പിന്നെ ഉപ്പാര പേരും ഉപ്പാപ്പാന്റെ പേരും പറഞ്ഞേ ഉള്ളൂ. ഇതുകൊണ്ട് തന്നെ മതിയാകുന്നുണ്ട്. അതെ, കാലത്ത് ഫാതൈതുഹു, അങ്ങനെ ഞാൻ എന്താക്കി തങ്ങളെ കാണാൻ പോയി. ഫതഹദ്ദസ്തു, സംസാരിച്ച്. അങ്ങനെ ഫലമ്മ അംസയിത്തു, അങ്ങനെ വേന്ദ്യരായില്ലേ, ഇൻസറഫ്തു, മടങ്ങി വരുമ്പോൾ എന്താക്കി പുറത്തേക്ക് കൊണ്ടാക്കാൻ വേണ്ടി തങ്ങൾ ഇറങ്ങി. സംഗതി ഇല്ലേ. ഫഖാമ യംശി ഈ തങ്ങളുടെ കൂടെ നിന്ന്, നബി എൻ്റെ കൂടെ നിന്ന്. ഫമറ ബിഹി റജുലാനി മിനൽ അൻസാരി റളിയല്ലാഹു അൻഹുമാ, 2 വ്യക്തികൾ അതിൽ കൂടി പോന്നു. ഫസല്ലമ്മ, തങ്ങളോട് സലാം പറഞ്ഞു. തുമ്മൻ സറഫ, പിന്നെ പറഞ്ഞു പോയി. ഒന്നാതാകുമ്പോൾ 2 വിളിച്ചിട്ട് വക്കാല ഇന്നഹ സഫിയ്യത്ത് ബിൻത് ഹുയയ്യ, അത് എൻ്റെ ഭാര്യയാണ്, വേറെ അന്യ പെണ്ണുങ്ങല്ല. അത് നമ്മളെ സഫിയാണ്, വേറെ അന്യ പെണ്ണുങ്ങല്ലേ. ആ അതാ. ഫഖാല, 2 പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ നളുന്ന ബിക ഇല്ലാ ഖൈറ, ഖൈറല്ലാതെ നമ്മൾ തങ്ങളെപ്പറ്റി വിചാരിക്കോ.
പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫഖാല ഇന്ന ശൈത്വാന യജ്രി ബിനി ആദമ മജ്റദ്ദമി, ശൈത്താൻ എന്താക്കും, ചോര ഒഴുകുന്ന സ്ഥലത്തെല്ലാം കയറി വന്നിട്ട് വഇന്നി ഖശീതു അൻ യദ്ഖില അലൈക്കുമാ, നിങ്ങൾ കയറി വന്നിട്ട് അതാ വേറെ 5 പെണ്ണുങ്ങളൊക്കെ പോകുന്നതെന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ആകെ പോയില്ലേ. അതുകൊണ്ട് ഇത് എല്ലാവരും മാതൃകയാക്കണം എന്ന് പറയും. നമ്മളെപ്പോലത്തെ ആൾ ആരും അങ്ങനെ വിചാരിക്കൂല, അപ്പം അത് വിചാരിച്ച് നടത്താൻ പറ്റില്ല. ഫൻദുർ കൈഫ അഷ്ഫഖ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദീനിഹിമാ, ആ 2 അൻസാരിമാരുടെ ദീനിനെ കാക്കാൻ വേണ്ടി തങ്ങൾ എത്ര ശ്രദ്ധിച്ചു നോക്ക്. ഫഹറസഹു വകൈഫ അഷ്ഫഖ അലാ ഉമ്മത്തി, ഉമ്മത്തിനോട് എന്താക്കി കരുണം കാട്ടിയിട്ട് പറഞ്ഞു, തെറ്റിദ്ധരിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് എന്താക്കണം, അളൊന്നും നിൽക്കാൻ പാടില്ല. ഫഅല്ലമഹും തരീഖൽ ഇഹ്തിറാസ് മിന തുഹുമ, മറ്റുള്ള ആള് സൂല്ലന്നെ വെക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. ഹത്താ ലാ യതസാഹലൽ ആലിമുൽ വരിഉൽ മഅറൂഫ് ബിദ്ദീൻ, ദീനിൽ എന്തുണ്ട്, വളരെ വറവും എല്ലാവരും അറിയപ്പെട്ട ഒരു ആലിമും ഇത് സാരമില്ല നോക്കണ്ട. എന്താ ഫയഖൂല മിസ്ലി ലാ യുദന്നു ബിഹി ഇല്ലൽ ഖൈർ, എന്നെപ്പോലത്തെ ആരും തെറ്റിദ്ധരിക്കൂല എന്ന് വിചാരിക്കണ്ട. ഏജാബം മിൻഹു മിൻ നഫ്സി, കാരണം സ്വന്തം നഫ്സിൽ ഉജുബാട്ടി ഞാൻ അത്ര വലിയ ആളാണ്. എന്തുകൊണ്ട് ജനങ്ങൾ പലതരക്കാരാണ്, ജനങ്ങൾക്കൊന്നും കിട്ടാനാ കത്തിക്കുന്നു, എല്ലാവരും നിങ്ങൾ അംഗീകരിക്കുന്ന ആളായിക്കൊള്ളുന്നുണ്ടാ. ഫൈന്ന ഔറഹന്നാസി വാത്തക്കാഹും വാലമഹും ലാ യൻദുറുന്നാസു കുല്ലുഹും ഇലൈഹി ബിഐനിൻ വാഹിദ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പറയുള്ള ഒരാളാട്ടെ, ഏറ്റവും വലിയ തക്വീലുള്ള ആളാവട്ടെ, ഏറ്റവും വലിയ പണ്ഡിതനാവട്ടെ, എല്ലാവരുടെ കണ്ണും ഒരുപോലെ അല്ല. ഇയാളെ വിവിധ തുറയിൽ കൂടി നോക്കുമ്പോൾ ഒരു നിസ്സാരപ്പെടുത്തുന്ന ആളും ഉണ്ടാകാം, അംഗീകരിക്കുന്ന ആളുണ്ടാകാം. സർവാംഗീകൃതനായ ഒരാളായിട്ട് കിട്ടൂല. ബാദുഹും, ചിലരെന്താകും തൃപ്പിന്റെ കണ്ണുകൊണ്ട് നോക്കും. വബി ഐനി സുഖ്തി ബാദുഹും, ചിലർ സുഖ്തിന്റെ കണ്ണുകൊണ്ട് നോക്കും. വലിദാലിക ഖാല അശ്ശാഇറു വഅൈനുർ റിളാ അൻ കുല്ലി ഐബിൻ ഖലീലത്തുൻ വലാകിന്ന ഐന സുഖ്തി തുബ്ദിൽ മസാവിയാ, പണ്ടേ പറഞ്ഞ പാട്ടല്ലേ ഇത്. അതുകൊണ്ട് സൂഇന്റെ കണ്ണുകൊണ്ട് നോക്കുന്ന ആളെ തൊട്ട് നിങ്ങൾ എന്താക്കണം, സംരക്ഷണം ഏർപ്പെടുത്തണം. അത് വെന്നുസൂയിന്ന ഇവിടെ പാട്ടിലേക്ക് കൂടി നോക്കുമ്പോൾ അതിനൊരു സുഖത്തല്ലത്. എല്ലാപ്പോൾ പാട്ടിലേക്ക് നോക്കിയാൽ അതിന് സുഖത്ത് എന്ന് പറഞ്ഞാൽ അതിന് സൂ, ഓരോ കണ്ണിൽ നീങ്ങുന്ന മോശക്കാരനാവും. കാഴ്ച നഷ്ടപ്പെട്ട കണ്ണ് അയ്പ് കാണൂല. ഓരെന്താക്കും, ഹൊസറിൽ തന്നെ അവിടെ പോയിക്കും. പക്ഷെ ആ സുഖത്തിന് 2 കണ്ണ് പുറത്തുണ്ടല്ലോ. ഇനി വാൻ തുഹുമത്തിൽ അശ്റാർ, ഷർറായ ജനങ്ങളുടെ തുഹുമത്തിനെ തൊട്ടും കാക്കണം. ഇവിടെ ഫൈനൽ അശ്റാറ ലാ യദുന്നൂന ബിന്നാസി കുല്ലിഹിം, അവർ മുഴുവൻ ജനങ്ങൾക്കൊട്ടും വിചാരിക്കല് ഇല്ല ഷർറ, കാരണം ഓണിലുള്ളത് ആൾ കാണിക്കുന്നു. എല്ലാവരും ഷർറ എന്നാ പറയാം. ഫമഹ്മാ റഅയ്ത ഇൻസാനൻ യുസീഉല്ലന്ന ബിന്നാസി, നീ എപ്പോഴെങ്കിലും കണ്ട് ഒരു മനുഷ്യൻ എന്താ ജനങ്ങളെ കൊണ്ട് സൂൽ തന്നെ വിചാരിക്കുന്നു, താലിബല്ലിൽ ഒഴിവോ ഐബുകളെ തേടി പിടിക്കുന്നുണ്ട്, ഒരിക്കൽ കിട്ടേണ്ട ഐബുകളാണ് എന്നാ മനസ്സിലാക്കണം. ഫനാന്ന ഹബീസും ഫിൽ ബാത്തിൻ, ബാത്തിനിൽ മഹാമോശക്കാരനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വാന്നദാലിക ഹുബ്സുഹു യതറശഹു മിൻഹു, അവൻ്റെ മനസ്സിലുള്ള ഹുബ്സ് എന്താക്കുന്നത് പുറത്തേക്ക് ഇങ്ങനെ തുളുമ്പുകയാണ്. ആരെ കണ്ടാലും ഓനിക്ക് വല്ല ഐബുണ്ടോ? എന്നാലും ഓനെന്തിനെ പറ്റുക? ഓനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ പറഞ്ഞത്? ഇതാണ് ഇപ്പോഴത്തെ കളി. ഏതെങ്കിലും എല്ലാവരും പറഞ്ഞാൽ മതി. എന്നാണ് ഓനിക്കെന്താ ഗീത കിട്ടല്? എനിക്ക് ഇബാറത്തിന് അർത്ഥം വെക്കാൻ പറ്റുമോ? ആ എല്ലാവർക്കും എനിക്ക് നേരത്തെ പരിചയമുണ്ടോ ചോദിച്ചാൽ പറയില്ല. പിന്നെങ്ങനെ ഇല്ലാത്ത മജ്ഹൂലായ മൗളൂവിൻ്റെ മേലെ ഇതെങ്ങനെ മഹ്മൂലായി വന്നത്? അവനെങ്ങനെയാണോ അക്കണ്ടുകൊണ്ടാണെന്നാണ് ജനങ്ങളിൽ നോക്കുന്നത്. ഫൈനൽ മോമിന യത്തുലുബുൽ മആദീർ, ഒരു മോമിനായ മനുഷ്യനാണെങ്കിൽ മറ്റുള്ള കാര്യത്തെ കുറേ ഉതിരുകൾ കണ്ടെത്തും. വൽ മുനാഫിഖ് യത്തുലുബുൽ ഉയൂബ്, ഐബിനെ തേടി പിടിക്കുകയും ചെയ്യും. അപ്പോൾ വൽ മോമിന സലീമു സദ്രി, കണ്ടാ, ഒരു മോമിൻ സലീമു സദ്റായിരിക്കും ഫി ഹഖി കാഫത്തിൽ ഖൽഖി, എല്ലാ പടപ്പുകളും നല്ല തന്നെയാണ്. എന്നിട്ട് പറയുന്നു ഫഹാദിഹി ബഅദു മദാഖിലി ശൈത്വാനി ഇലൽ ഖൽബ്,
കൽബിലേക്ക് ശൈത്താന്മാർ കയറി വരുന്ന കുറേ കാര്യം ചിലരേ പറഞ്ഞിട്ടുള്ളൂ, 12 അല്ലേ? മുഴുവനും പറയാന്ന് വെച്ചാൽ അലൈഹി ഇപ്പം തൽക്കാലം സാധിക്കൂല. മറ്റുള്ളതിൻ്റെ മേൽ അറിയിക്കുന്നത് ഈ പറഞ്ഞതിൽ നിന്ന് പിടിച്ചെടുത്തോ. ഫലൈസ ഫിൽ ആദമിയ്യി സിഫത്തും, ഒറ്റ വാക്ക്, ഫലൈസ ഫിൽ ആദമിയ്യി സിഫത്തും മദ്മൂമത്തുൻ, മദ്മൂമത്തായ എന്തെങ്കിലും ഒരു സിഫത്ത് മനസ്സിലുണ്ടെങ്കിൽ ഇല്ല വഹിയ സലാഹു ശൈത്താൻ, ശൈത്താൻ എന്താക്കും ആയുധമാക്കിയിട്ട് മദഖലു മിൻ മദാഖിലി, അവൻ്റെ അടിയിലേക്ക് കയറുന്നതാണ്. ഒറ്റ വാക്ക്. ഇനി പറയുന്നു, ഇതെല്ലാം പറഞ്ഞില്ലേ നമുക്ക് രക്ഷപ്പെടണ്ടേ ഞങ്ങളെ അറ്റക്കോയാ? അപ്പം ഇതിനെന്താണ് ഇലാജ്? നമുക്ക് നല്ലൊരു ഓമിട്ട് കളിയല്ല ഞങ്ങളെ. കരിക്ക് ഓമ ഇടാ, ചട്ടി ഓമ ഇടാ. ഇത് പിന്നെ ഓമ വെച്ചത് ഒരു 40 ദിവസത്തേക്ക് ഓമ ഇടാ. തോന്നുന്നില്ലെന്നൊന്നുമില്ല. മറ്റേ പാർശ്യക്കള തീ പോലെയാണോ? ഒരാളെ കടലിലെ വെള്ളം പടക്കാന്ന് സിഹർ കൊണ്ടാന്ന് പറഞ്ഞു. ഇതിനെന്താക്കണം, സിഹർ കളയണ്ടേ? സെൻറ്ററുകളുടെ നടുക്കെന്താക്കി ഓമ ഇട്ട് ടൈൽസെല്ലാം വെച്ചിട്ട് എല്ലാം പൊട്ടി മുറിഞ്ഞ് തീയിട്ടിട്ട് ലോഡ് കണക്കിന് വിറകൊണ്ടാട്ടി ഇങ്ങനെ കുത്തനെ വെക്കുക. ഇത് ഈ മറ്റേ ഭഗവതിനെ തീക്ക് ചുള്ളാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് നട്ടു ഇങ്ങനെ കുത്തനെ കൊത്തൽ മുറിക്കലൊന്നും ഇല്ലെന്ന്. കുട്ട അങ്ങനെ തന്നെ കുത്തനെ വെക്കല. എന്നിട്ട് അതിലിങ്ങനെ കത്തിച്ച് നോക്കുമ്പോൾ പരൻ്റെ ഇതെല്ലാം വാർപ്പെല്ലാം കത്തിക്ക് പൊട്ടി, ടൈൽസ് പൊട്ടി, മരങ്ങളൊക്കെ ഇങ്ങനെയായി, പരക്കാരിക്കും കയറിക്കൂടാ. പിന്നെ ചെയ്ത്താൻ പോയിട്ടില്ല, സിഹർ പോയില്ല, വെള്ളം ഇവിടക്ക് അങ്ങനെ. പിന്നെന്ത് വേണോ? ഊതിൻ്റെ അത്ര വേണോ? ഏതാണ്ട് 1 ലക്ഷം ഉറുപ്പ്യ വരും ഊതിൻ്റെ തനി. ഇപ്പോൾ ഒരു തുള്ളി 99 പച്ചത്തണ്ണി ഇടിച്ചിട്ടല്ലേ ഇവൻ കൊടുക്കുന്നത്. ഇത് മുഴുവൻ കുപ്പി വേണം ഒറിജിനലി. അതിന് ബാംഗ്ലൂരേക്ക് വേണം. ബാംഗ്ലൂരിലേക്ക് 5000 രൂപ കാറിന് ചാർജ്. ഊത് കൊണ്ടുവന്നിട്ട് ഒറ്ററക്കി കോമത്തിലേക്ക് ഇട്ട് ലക്ഷവും പൊരിഞ്ഞ് അല്ല. തങ്ങളറിയോ പല ബാതിലെല്ലാം മാറ്റേണ്ടി വന്നു. വെള്ളം നന്നായിട്ടില്ല. അത് അള്ളാഹിനെ കണക്ക് അങ്ങനെ നീ വെച്ചോ, അള്ളാഹിനെ കണക്ക് ഇങ്ങനെ ഒന്നും വിചാരിച്ചൊന്നിട്ട് ഉണ്ടാക്കണോ? ഇത് അള്ളാഹിനെ കണക്കല്ലേ? ഇത് മറ്റൊരു കണക്കാണ്. ഇല്ല, ജനിപ്പം കൊടുക്കാൻ ടൈം ഉണ്ടാ? വെള്ളം എടുക്കണ്ടേ? ചാവടി വയ്യാക്കിയാ മതി. ഇച്ചിരിക്ക് വെള്ളം പറ്റ കട്ടനായിക്കോ. ചികിത്സയെല്ലാം വരുന്നുണ്ട് ഞങ്ങളെ.